Lord. Hallelujah. കർത്താവിന് വന്ദനം. എല്ലാവർക്കും വന്ദനം. ഇങ്ങനൊരു മീഡിയയിലൂടെ നിങ്ങളെ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ കാണുന്നത് വളരെ സന്തോഷം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എന്നെ ഈ മീറ്റിങ്ങിൽ ഈ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ലൈവിന് ആവശ്യപ്പെട്ട കർത്താവിൻ്റെ ദാസൻ, എൻ്റെ സ്നേഹിതൻ, എൻ്റെ സഹോദരൻ ജിൻസിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പെട്ടെന്ന് തന്നെ ആ ദൈവാത്മാവ് എൻ്റെ അകത്തേക്ക് പ്രകാശിപ്പിച്ച ഒരു ചിന്തയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കുറച്ച് പേരിങ്ങനെ അതിനകത്ത് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ജോയിൻ ചെയ്യുന്നവർക്കും ഇപ്പോൾ ഉള്ളവർക്കും എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം ഈ ഗ്രൂപ്പിനകത്ത് എല്ലാം കൂടുതലും യുവാക്കളാണ്. എനിക്കറിയാം യുവാക്കളാണ്, യൂത്ത്സാണ് ഇതിനകത്ത്. അപ്പോൾ നിങ്ങളുടെ എൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു സന്ദേശമാണ് ഇന്ന് ഈ സമയം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അങ്ങനൊരു ചിന്ത. സാധാരണ ഞാൻ കൊണ്ടുപോകുന്ന പറയുന്ന പാറ്റേണുകളിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ന് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത്. ഞാൻ ഉറപ്പായി പറയാം, നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു വലിയ മാറ്റം ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവായിരിക്കും. ഒരു അഭേദ്യമായ ദൈവബന്ധത്തിലേക്കും മടങ്ങി വരവിലേക്കും നമുക്ക് ഇന്ന് ഈ മീറ്റിംഗ്, ഈ ലൈവ് കാരണമാകും. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒത്തിരി ആമുഖങ്ങളൊന്നും പറയാതെ ഞാനെന്ന് പറയുന്ന എന്നെ സ്വാധീനിച്ച, എൻ്റെ ലൈഫിനെ മാറ്റങ്ങൾ ഇന്നും വരുത്തുന്ന, എൻ്റെ ആത്മീയ ജീവിതത്തിനകത്ത് എന്നും ബലം തരുന്ന ഒരു സന്ദേശമാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എൻ്റെ ഒത്തിരി സ്നേഹിതരിനകത്ത് ഇപ്പോൾ ഉണ്ട്. എല്ലാവർക്കും ഞാൻ വന്ദനം ചൊല്ലുന്നു. ഈ ലൈവിൽ തികച്ചും ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങൾ കുറച്ച് സമയം എൻ്റെ കൂടെ ആയിരുന്നാൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിക്കുന്ന രീതിയിൽ ഒരു ഇടപെടൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകും. പ്രത്യേകിച്ച് എൻ്റെ ഒരു ഹൃദയം കിടക്കുന്നത് ഈ യൂത്തിൻ്റെ അടുത്താണ്. കഴിഞ്ഞ ദിവസവും എൻ്റെ വീട്ടിൽ വെച്ച് ഒരു പ്രയർ ഉണ്ടായിരുന്നു. 35-40 യുവദൈവദാസന്മാരാണ് അതിനകത്ത് പങ്കെടുത്തത്. അപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയവും എൻ്റെ ഒരു പൾസ് കിടക്കുന്നത് നിങ്ങളുമായിട്ടാണ്. നിങ്ങളുടെ സന്ദേശം പറയുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് എനിക്കും ഒരു അനുഗ്രഹമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ലൈഫിനകത്ത് എന്നെ മാറ്റിയ ഒരു ചിന്തയാണ് ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ അവസാനത്തെ ഭാഗങ്ങളാണ് ഇത്. ഒത്തിരി തവണ ഈ യോഹന്നാൻ എഴുതിയ അവസാന ഭാഗങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ തവണയും പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ വേറൊരു നിലവാരത്തിൽ ഈ ചിന്തകളും ശുശ്രൂഷകളും മാറുന്നത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ 2-3 ഒരാഴ്ചയ്ക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് വീണ്ടും ഈ ഭാഗങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ അകത്ത് ദൈവാത്മാവ് പ്രകാശിപ്പിച്ച ഒരു ചിന്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഏതൊരു അഭിഷക്തനും ഏതൊരു ദൈവ പൈതലിനും ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് അവർക്ക് ചില ഭാഗങ്ങളോടും ചില പ്രത്യേക അധ്യായങ്ങളോടും ഒരു താല്പര്യം കാണും. അവർക്ക് എപ്പോഴും അതിനോടൊരു പ്രത്യേകിച്ച് ഒരു താല്പര്യവും അത് വായിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. എൻ്റെ ബൈബിളിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വായിച്ച ഒരു അധ്യായമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം അവസാനത്തെ അധ്യായം. അത് എനിക്ക് 20-21 അധ്യായം ഭയങ്കര ഇഷ്ടമാണ്. 21ന്റെ അവസാനത്തെ പദങ്ങളിൽ നിന്നാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനത് വാക്യമൊന്നും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണല്ലോ. അത് ഞാൻ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു പോകാം.
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പത്രോസിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ മോനെ പത്രോസെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഒരു ലൈവ് കേൾക്കാതെ, ലൈവിനെ അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കാതെ, ഒരു ദൈവത്തിൻ്റെ ഹൃദയമാണ് ഇന്ന് ഈ സമയം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പത്രോസിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്ക് ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ ഈ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് സന്ദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നൂറുകണക്കിന് സന്ദേശങ്ങൾ. പക്ഷെ ഞാൻ വളരെ എന്നെ ഒന്ന് അടുത്ത നിലവാരത്തിലേക്ക് ചാർജ് ആക്കുക, ഒന്ന് എവിടെയെങ്കിലും ജീവിതത്തിൽ ഒന്ന് ഫെഡപ്പായാൽ, ഒന്ന് തളർന്നു പോകുമ്പോഴൊക്കെ ഞാനിതെടുത്ത് ഇങ്ങനെ വായിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്കും അനുഗ്രഹമാകട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ ആത്മീയത്തെ ഒന്നുകൂടെ ഒന്ന് ഉത്തേജിപ്പിക്കുക, നിങ്ങളെ ഒന്ന് എഴുന്നേൽപ്പിക്കുക എന്നൊരു കാര്യമാണ് ഇന്ന് രാത്രി പങ്കുവെക്കാനുള്ളത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, പാടാറുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും എന്തോ ഒരു മിസ്സിങ്, എന്തോ ഒരു കുറവ് നമുക്കെല്ലാവർക്കും വല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയോ ഒരു കുറവ്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ അതിയായ ആഗ്രഹങ്ങൾ, ദൈവസാന്നിധ്യത്തിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി നിൽക്കണമെന്ന് ഭയങ്കര കൊതി, ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ നമുക്ക് ആ നിലവാരത്തിലേക്ക് പ്രയോജനപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു അഭിഷക്ത പ്രവാചക നിയോഗത്തിൽ ഒരു തലമുറ എഴുന്നേൽപ്പിക്കുക എന്ന ദർശനത്തിൽ നിൽക്കുന്ന കാരണത്താൽ ഈ ദൂത് പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വീകരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ വ്യക്തിപരമായ ദൈവികമായ ബന്ധങ്ങളിൽ ഒരു വലിയ മാറ്റം ഇന്ന് പരിശുദ്ധാത്മാവായിരിക്കും. ഉറപ്പാണ്, അതിനെ വിശ്വസിക്കുക. എനിക്കറിയാം ഒരു വലിയ നിയോഗം ഇന്ന് രാത്രി നിങ്ങൾക്ക് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ, ഈ ശുശ്രൂഷകൾ കഴിയുമ്പോൾ എനിക്ക് നിയോഗമുണ്ട്. ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവം നിങ്ങളോട് സംസാരിക്കുകയും അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിനകത്ത് ഈ സന്ദേശം ജീവനുള്ളതായി പുറത്തു വരികയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഉറപ്പാണ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചോദ്യം വരാറുണ്ടോ? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചോദ്യം വരാറുണ്ട്. എന്താണ് ആ ചോദ്യം? ഈ കർത്താവ് ഈ ഉള്ളിൻ്റെ ഉള്ളിനകത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുക, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരാറുണ്ടോ? ഈ ചോദ്യം വരുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഈ ചോദ്യം വരുന്നത് 21 വലിയ അഭിഷേകത്തിൽ നിൽക്കുമ്പോൾ 21ാമത്തെ ദിവസമല്ല ഈ ചോദ്യം വരുന്നത്. വലിയ ഒരു യൂത്ത് മീറ്റിങ്ങിനോ ഒരു ക്യാമ്പിനോ കൂടിയിട്ട് അവസാനത്തെ സെക്ഷനിൽ ഉണ്ടാകുന്ന ഒരു തോന്നലിനെ കുറിച്ചല്ല ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. നിങ്ങൾ വളരെ ഡ്രൈ ആയി നിൽക്കുന്ന ദിവസങ്ങൾ, ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ദിവസങ്ങൾ. നിങ്ങളിപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു അഭിഷക്തൻ എന്ന നിലയിൽ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങളിപ്പോൾ നിങ്ങളുടെ റൂമിനകത്തിരുന്ന് ഈ സന്ദേശം കഥവടച്ച് പ്രാർത്ഥനയിൽ കേൾക്കുക. നിങ്ങളുടെ മേലൊരു അഭിഷേകം ദൈവാത്മാവ് കൈമാറും. വലിയൊരു മീറ്റിങ്ങിനകത്ത് ഇരുന്നിട്ടല്ല, നമ്മുടെ യുവാക്കളുടെ ഭാഷയിൽ ഞാൻ പറയാം, ദൈവമായി യാതൊരു ബന്ധം ഇല്ലാത്തപ്പോ, ഞാൻ പറഞ്ഞല്ലോ, വലിയ പ്രാർത്ഥനയോ 21 ദിവസമോ കൺവെൻഷനോ പ്രാർത്ഥനയോ ഫാസ്റ്റിംഗ് പീരീഡോ ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ, ഉള്ളപ്പോഴല്ല ഇല്ലാത്ത സമയങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം വരുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? അകത്ത് ഒരു വല്ലാതെ ഒരാൾ സംസാരിക്കുന്നു, നന്നാവാനുണ്ട്, കുറച്ചും കൂടെ ഒന്നും കൂടെ ഒന്ന് ശരിയാകാനുണ്ട്, കർത്താവിന് ഇനിയും എന്നെ ആവശ്യമുണ്ട് എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കൊന്ന് രാമേൻ അടിക്കുകയോ നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് വലിയ പ്രാർത്ഥനാക്കാരന്റെ അകത്തുനിന്ന് വരുന്നൊരു തോന്നലല്ല, വലിയ അഭിഷക്തന്റെ അകത്തുനിന്ന് വരുന്ന തോന്നലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. തികച്ചും ദൈവബന്ധമില്ലാത്ത സമയങ്ങളിൽ അകത്ത് ഒരാൾ സംസാരിക്കുന്നു, സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിന് നിന്നെ ഇത്തിരി കൂടെ പ്രയോജനപ്പെടുത്തണം,
കർത്താവിന് അങ്ങൊരു അഭിഷേകം കൈമാറണം, നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംസാരിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഈ അങ്ങനെ ഉള്ള ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരു സാധ്യത ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ കേട്ടെങ്കിൽ ഒരു ആമേൻ പറയുക. നിങ്ങൾക്ക് ഒരു സാധ്യത ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനകത്ത് കേൾക്കുന്ന ദൈവമക്കളെടുത്ത്, ചില യുവാക്കളെടുത്ത്, യുവതികളെടുത്ത്, എൻ്റെ സഹോദരങ്ങളെടുത്ത് ഞാൻ ഇന്ന് രാത്രിയിൽ പ്രവചിച്ച് പറയാം, നിനക്കൊരു ഭയങ്കര സാധ്യതയുണ്ട്. നീ എത്ര വലിയ ദൈവബന്ധമില്ലെന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന ഒരാളാണെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നമില്ല, ദൈവത്തിന് യാതൊരു പ്രശ്നമില്ല. കാരണം നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചോദ്യം വരുന്നുണ്ടോ? സാധ്യതയുണ്ടെന്നാണ് ആ ശബ്ദം വിളിച്ചു പറയുന്നത്. പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ലൈഫിനകത്ത് വല്ലാതെ ഉയർന്നു നിൽക്കുന്ന ആത്മീയത്തിൽ, വളരെ അഭിഷേകത്തിൽ ഉയർന്നു നിൽക്കുന്ന ദിവസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങൾ വല്ലാത്ത ഡ്രൈ ദിവസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വലിയ ദൈവബന്ധത്തിൽ നിൽക്കുന്നതിനേക്കാൾ കർത്താവ് എന്നോട് സംസാരിച്ച ദിവസങ്ങൾ ഞാൻ ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോഴാണ്. ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് സ്നേഹിക്കാമോടാ, നിൽക്കാമോടാ, അഭിഷേകത്തിന് വേണ്ടി നിൽക്കാമോ, ഒരു ഉണർവിന് വേണ്ടി നിൽക്കാമോ? ഇത് നിങ്ങളടുത്ത് സംസാരിക്കുന്നില്ല, ഞാൻ നിങ്ങളടുത്ത് ഞാൻ പറയാം, നിങ്ങൾക്ക് ഭയങ്കര സാധ്യതയുണ്ട്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പ്രവചിച്ച് പറയാം, ആർക്കുമില്ലാത്ത ഒരു ഭയങ്കര സാധ്യത നിനക്കുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞു. നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നെഞ്ചിലോട്ട് കൈവച്ച് പറ, എനിക്കൊരു ഭയങ്കര സാധ്യതയുണ്ട്. ഫുൾ സ്റ്റോപ്പ് ഇടാൻ വരട്ടെ, നിർത്താൻ വരട്ടെ, വെയിറ്റ്. നീ ഭയങ്കര ഡ്രൈ ആയിരിക്കും. നീ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ, ചർച്ചിൽ നീ ഭയങ്കര പിന്മാറ്റക്കാരനായിരിക്കാം. സമൂഹം നിന്നെ അംഗീകരിക്കുന്നില്ല. നോ പ്രോബ്ലം. നിന്റെ അകത്തൊരാൾ സംസാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അകത്തൊരാൾ സംസാരിക്കുന്നുണ്ടോ? അകത്ത് ഒരാൾ ഇങ്ങനെ മന്ത്രിക്കുന്നുണ്ടോ? കമോൺ, കേറി വാ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ പ്രയോജനപ്പെടുത്താൻ പറ്റും, എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ഒരു ശബ്ദം ശക്തമാണെങ്കിൽ കുറിച്ചു വെച്ചോ, സാധ്യത ഭയങ്കര കൂടുതലാണ്. ചുറ്റും നൂറുകണക്കിന് പേർ നിൽക്കുന്നതിനേക്കാൾ, നൂറുകണക്കിന് വിശുദ്ധന്മാരുള്ള കൂട്ടത്തിൽ, നൂറുകണക്കിന് വലിയ പ്രാർത്ഥനക്കാരുള്ള കൂട്ടത്തിൽ നീ എന്ന് പറയുന്ന വ്യക്തി ഒത്തിരി താഴെയാണോ നിൽക്കുന്നത്? സാരമില്ല, ധൈര്യമായിട്ടിരിക്കുക. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പ്രയോജനപ്പെടും. ദൈവത്തിന് ദൈവികമായ ഒരു സ്നേഹത്തിന്റെ ശബ്ദം ഇന്ന് രാത്രിയിലും നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, നൂറുകണക്കിന് വിശുദ്ധന്മാർക്ക് എത്തപ്പെടാൻ കഴിയാത്ത രീതിയിൽ നിന്റെ അകത്ത് ദൈവം വലിയ ഒരു നിയോഗവും വലിയൊരു ആത്മീക പ്രേരണയും അഭിഷേകത്തിനു വേണ്ടി ഒരു കൊതിയും അവരാരും ഇതുവരെ നയിക്കാത്തതുപോലെ ദൈവികമായ ബന്ധത്തിനകത്തേക്ക് കയറാൻ നിനക്ക് സാധ്യതയുണ്ടെന്നാണ് ഇന്ന് ഈ സമയം എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുമ്പോൾ പറയുക, എനിക്ക് ഒത്തിരി നല്ല നിയോഗമുണ്ട് പ്രിയരെ, എൻ്റെ സഹോദരങ്ങളടുത്ത് സംസാരിക്കാൻ എനിക്ക് നല്ല നിയോഗമുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. അസ്തമിച്ചിട്ടില്ല, നിങ്ങൾ തീർന്നിട്ടില്ല, നിങ്ങൾക്ക് ഭയങ്കര സാധ്യതയുണ്ട്. ഇതൊരു പ്രവചന ശബ്ദമാണ്. നിങ്ങൾക്ക് ഈ പ്രവചന ശബ്ദം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, പ്രവചന ശബ്ദങ്ങളും ദൈവ ശബ്ദങ്ങളും പറയാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, പ്രവചന ശബ്ദങ്ങളും ദൈവ ശബ്ദങ്ങളും പറയാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ, ഒന്നെങ്കിൽ വർഷിപ്പിന്റെ ഇടയ്ക്ക് ആ പ്രവചന ശബ്ദങ്ങളെ നിങ്ങളുടെ വാ കൊണ്ട് റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന സമയങ്ങളിൽ അതിനെ റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവം എന്ന ചർച്ചിന്റെ അല്ലെങ്കിൽ ആരാധനയുടെ അന്തരീക്ഷങ്ങളിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ റിലീസ് ചെയ്താൽ സാധാരണ കിട്ടുന്നതിനേക്കാൾ റിസൾട്ടുകൾ ഈ സമയങ്ങളിൽ കിട്ടും. ഇപ്പോൾ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, എനിക്ക് ഈ അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷമാണ്, എനിക്കറിയാം. ഇതിനകത്ത് ഞാനത് വലിയൊരു ദൈവ സാന്നിധ്യം നിറഞ്ഞു നിന്നല്ല ഞാനിത് പറയുന്നത്. പറയുക, എനിക്കൊരു സാധ്യതയുണ്ട്. പ്രിയരെ, നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്കൊരു വലിയ സാധ്യതയുണ്ട്, വലിയ മൂവ് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വരട്ടെ. സമൂഹത്തിന്റെ മുമ്പിലും സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ബാക്കാണ്, നിങ്ങൾ എല്ലാത്തിലും പുറകിലാണ്,
നിങ്ങളെ കൊണ്ട് പ്രയോജനമില്ല. പക്ഷെ നിങ്ങളെ നോക്കി ഞാൻ പറയും, വളരെ സാധ്യത നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇത് സംസാരിക്കണം, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കണം. ഇങ്ങനെ ഇങ്ങനെ ഒരാളിങ്ങനെ ഞാൻ പറയുന്ന ഭാഷ ഞാൻ സാധാരണ പറയുന്ന രീതിയിലല്ല ഇന്നിപ്പോ പറയുന്നത്. നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ സംസാരിക്കാറുണ്ടോ? ധൈര്യമായിട്ടിരിക്കുക. വീണു പോകുമ്പോഴും തകർന്നു പോകുമ്പോഴും പ്രാർത്ഥനാകാരൻ പ്രാർത്ഥന ലൈഫ് ഇല്ലാത്തപ്പോഴും അകത്ത് പ്രയോജനപ്പെടാൻ പറ്റും, നിനക്ക് കയറി വരാൻ പറ്റും, നിനക്ക് കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ പറ്റും, ഒരു അഭിഷേകത്തിന് വേണ്ടി നിനക്ക് നിൽക്കാൻ പറ്റും എന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് വലിയ സാധ്യത ഉണ്ട്. ഈ ആരംഭ മിനിറ്റുകളിൽ ഒറ്റ ദൂത് പറഞ്ഞ് ഞാൻ ആ ദൂതിലേക്ക് കയറാം. നിങ്ങൾക്ക് ഭയങ്കര സാധ്യതയുണ്ട്. ഈ പത്രോസിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എൻ്റെ ലൈഫിനകത്ത് എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ രീതിയിലും ദൈവം നടത്തുമ്പോഴെല്ലാം ഞാനിങ്ങനെ കരയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഈ ചോദ്യം വരുമ്പോൾ എന്നെ പിടിവിട്ടുപോകും. കാരണം അത് എന്താണെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ഈ ഉള്ളിന്റെ ഉള്ളിൽ വലിയ മീറ്റിങ്ങുകൾ, വലിയ പ്രസംഗങ്ങൾ, ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അകത്തുനിന്ന് ഒരാൾ സംസാരിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ. ഈ ചോദ്യം വരുമ്പോൾ വല്ലാതെ ഹൃദയം പൊടി കരയും ചെയ്യുന്നത് എനിക്ക് അനുഭവമാണ്. ഞാൻ ഒരു പദം പറയട്ടെ, വേറൊരു ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ കരയരുത്, നിങ്ങൾ വേറൊരു വാക്കിന്റെ മുമ്പിലും തകർന്നു പോകരുത്. നിങ്ങൾ ഉടയേണ്ടതും തകരേണ്ടതും യേശു കർത്താവ് ചോദിക്കും, സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം വല്ലാതെ പൊട്ടുന്നെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ഭയങ്കര സാധ്യതയുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്. വീണ്ടും എന്തോ ആ വാക്ക് തന്നെ വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് നിയോഗമുണ്ട്. നിങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്. അത് ഓരോരുത്തരടുത്തുള്ള പ്രവചന ശബ്ദമാണ്. നിങ്ങൾക്ക് വളരെ സാധ്യതകളുണ്ട്. അസ്തമിക്കാൻ വരട്ടെ, ഫുൾ സ്റ്റോപ്പ് ഇടാൻ വരട്ടെ, നിർത്താൻ വരട്ടെ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. എൻ്റെ ലൈഫിനകത്ത് എൻ്റെ അനുഭവമാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ വലിയ ശുശ്രൂഷകരാകാം, നിങ്ങൾ വലിയ ദൈവബന്ധത്തിൽ നിൽക്കുന്നവരാകാം. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളോ ദൈവബന്ധത്തിന് വിരോധമായി നിൽക്കുന്നോ, ദൈവികമായ കാഴ്ചപ്പാടുകൾക്ക് വിരോധമായി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും പല പ്രാവശ്യം അത് മാറണമെന്ന് ആഗ്രഹിച്ചിട്ടും മാറാതെ പിന്നെയും ആവർത്തിക്കുന്ന ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ ചില കുഞ്ഞുങ്ങളുടെ വിഷയം അവർ പല പ്രാവശ്യം ശ്രമിക്കും. ചിലര് പല പ്രാവശ്യം ട്രൈ ചെയ്യും, പ്രാർത്ഥിക്കാൻ ട്രൈ ചെയ്യും. നടക്കാത്തത് കൊണ്ട് പിന്മാറിപ്പോകുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പിന്മാറരുത്, നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. ഈ ഞങ്ങളുടെ കൊല്ലത്ത് ഇങ്ങനൊരു ഭാഷ നിങ്ങൾ ഉള്ളിടത്തുനിന്ന് എനിക്കറിയാൻ വയ്യ. ഈ അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുമെന്ന് അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. പണ്ട് ഈ ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ ക്രിസ്തീയ ജീവിതവും അതുപോലെ തന്നെ. ഒറ്റ ദിവസം കൊണ്ട് ആരും ഒന്ന് വലിയ സംഭവം ആകത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് എനിക്കറിയാം, നിങ്ങൾ അങ്ങനെ ആണെന്ന് എനിക്കറിയാം. എൻ്റെ അനുഭവമാണ്. ഞാൻ ക്രമേണ നന്നാകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നന്നായിട്ടില്ല. എൻ്റെ ബൈബിൾ കോളേജ് പഠനം അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷകൾ കൊണ്ട് ഞാൻ നന്നായിട്ടില്ല. നന്നാവാനുള്ള ക്രമേണ നന്നാകാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരാളാണ് ഞാൻ. അത് ഈ പഴഞ്ചൊല്ല് നിങ്ങൾക്ക് മനസ്സിലായോ? ഒറ്റയടിക്ക് നമ്മളൊന്ന് ഭയങ്കര വിശുദ്ധരോ, ഒറ്റയടിക്ക് നമ്മൾ വലിയ പ്രാർത്ഥനക്കാരോ, ഒറ്റയടിക്ക് നമ്മൾ വലിയ ശുശ്രൂഷകരോ ഒന്നും ആകത്തില്ല. പക്ഷെ ആഗ്രഹമുണ്ടോ നന്നാകണമെന്നും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നും ഒന്നും കൂടെ ഒന്ന് ഉപയോഗിക്കപ്പെടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിൽ, ഒന്നുകൂടെ പറയാം, ബൈബിളിന്റെ ഭാഷയിൽ പറയാം, ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരുക തന്നെ ചെയ്യും. വളരുക എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഈ വളരുക നിങ്ങൾക്ക് അറിയാമല്ലോ. വളരുക എന്ന് പറയുന്ന വാക്ക്, ഇപ്പോൾ ഒരു ചെടി വളർന്നു, അല്ലെങ്കിൽ ഒരു പക്ഷി വളർന്നു വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെറ്റ് വളരുന്നു, ഇതൊക്കെ പറയുമ്പോൾ ആ വളരുക എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസത്തേക്കാൾ എന്തോ ഒരു മാറ്റം അതിനകത്ത് ഉണ്ടായത് കൊണ്ടാണ് വളരുക എന്ന് പറയുന്ന ആ പ്രോസസ്സ് പറയുന്നത്. വീണ്ടും അത് വളരാൻ സാധ്യതകളുണ്ട്. ഒരു ചെടിയായി എടുത്തുകൊള്ളട്ടെ, അത് വളരുക എന്ന് പറയുന്ന വാക്ക് പറയുന്നത് അത് തീർന്നല്ല, അത് ഇനിയും വളരാൻ സാധ്യതയുണ്ടെന്നാണ്. അതേപോലെ തന്നെ ക്രിസ്തീയ ജീവിതം, ക്രിസ്തു എന്ന തലയോളം വളരുക എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ അഭിഷേകം പ്രാപിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ചർച്ചിനകത്ത് ആരാധനയും കൈയടിക്കുകയും അന്യഭാഷയും പറയുന്നത് കൊണ്ട് നിങ്ങളുടെ വളർച്ച തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഘട്ടം ഘട്ടമായി ആത്മീകമായി
അമേൻ 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 ആത്മീകമായി ദൈവബന്ധത്തിലേക്ക് ക്രമേണ പരിശുദ്ധാത്മാവ് നമ്മളെ വളർത്തും. പക്ഷെ ഒറ്റ കാര്യം, വളരണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രം മതി, ദൈവം നമ്മളെ വളർത്തും. ചിലർ കണ്ടിട്ടുണ്ട്, ഒരു കാര്യങ്ങൾ പറയാം, ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒത്തിരി പേര് എന്നെ കേൾക്കുന്നല്ലോ, ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ പാസ്റ്ററെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു മാറ്റം എന്നിലുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ വളരെ ദൈവബന്ധം ഇല്ലാത്ത ഒരാളായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര മാറ്റം സംഭവിച്ചു, മാറി. ഞാൻ സാക്ഷ്യം പറയുന്നവരുണ്ട്, കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കഴിഞ്ഞ ആഴ്ചകളെക്കാൾ ഭയങ്കര മാറ്റം എന്നിൽ വന്നു എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് എനിക്ക് പഠിച്ചപ്പോൾ അതൊരു തെറ്റായ വാക്കാണെന്ന് എനിക്ക് മനസ്സിലായി. മാറി എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ഫുൾ സ്റ്റോപ്പ് ഇടരുത്. അയ്യോ കഴിഞ്ഞ വർഷത്തേക്കാൾ മാറി എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടരുത്. മാറാൻ ഈ മാറി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നിർത്തുക. പിന്നീട് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, നമ്മൾ വീണ്ടും അടുത്തൊന്ന് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ മാറാൻ ശ്രമിക്കണമെന്നാണ് ഇന്ന് ഈ സമയങ്ങളിൽ ഞാൻ ആവശ്യപ്പെടുന്നത്. മാറി എന്ന് പറഞ്ഞ് പല കുടുംബങ്ങളും പല കുഞ്ഞുങ്ങളും പല യുവാക്കളും കഴിഞ്ഞ വർഷത്തേക്കാൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ മാറി എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പ്രാർത്ഥനയെയും എല്ലാ കാര്യങ്ങളെയും ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിച്ച് പറയാം, നിങ്ങൾ മാറി എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാതെ അതിന്റെ ഇപ്പോൾ നിൽക്കുന്നതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മാറ്റം സംഭവിച്ചു, മാറി എന്ന് പറഞ്ഞതിന്റെ പ്രാർത്ഥനയുടെ ഒരു എക്സ്ട്രീം ലെവൽ ഉണ്ട്. നിങ്ങൾ ദൈവബന്ധത്തിൽ നിൽക്കുന്നതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ ഉണ്ട്. ആ എക്സ്ട്രീം ലെവലിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തുക. നിങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടരുത്. നിങ്ങൾ വിശുദ്ധമായി കുറച്ച് ദിവസങ്ങൾ ജീവിക്കാറുണ്ട്, അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടരുത്. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരാൾ, അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടരുത്. അതിന്റെ എല്ലാം ഒരു എക്സ്ട്രീം ഹോളിനെസ് ഉണ്ട്, എക്സ്ട്രീം പ്രയറിന്റെ ഒരു ലൈഫ് ഉണ്ട്, എക്സ്ട്രീം റെവലേഷനുകളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ മാറി എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ നമ്മളെ ഒതുക്കുന്നു? നിങ്ങൾ ആരും മാറി എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. കേറി പിടിക്കുക ഒരു എക്സ്ട്രീം ലെവലിലേക്ക്. മാറി എന്ന് പറഞ്ഞ് മാറ്റം എന്ന് പറഞ്ഞ് നിർത്താതെ ഒന്നും കൂടെ ഒന്ന് കേറി ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകാൻ ഞാൻ നിങ്ങളെ ആവശ്യപ്പെടുക. മാറി എന്ന് പറഞ്ഞ് നിർത്തരുത്. പൗലോസ് പോലും പറയുന്നത് പിടിക്കാമോന്നാ. അയ്യോ അത് എന്നെ വാക്കാതെ പൗലോസ് പറയുന്നത് ഇതൊന്നും പിടിക്കാൻ പറ്റുമോ? നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞു ഇത്രയൊക്കെ മതി, 2 സഭയായി മിനിസ്ട്രിയായി തിരക്കായി ശുശ്രൂഷയായി ഇത്രയും മതി എന്ന് പറഞ്ഞ് നമ്മള് ഫുൾ സ്റ്റോപ്പ് ഇട്ടെന്നെ. പക്ഷെ പൗലോസ് പറയാ പിടിക്കാമോ? അദ്ദേഹത്തിന് ഇതിനകത്തൊന്നും മാറിയെന്നും കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇത്രയും മതിയെന്ന് പറഞ്ഞ് തൃപ്തമാകാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. നിങ്ങളുടെ അകത്ത് അങ്ങനെ അഭിഷേകം ഉണ്ടോ? തൃപ്തനാകാത്ത ഇനിയും വളരണം, ഇനിയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. വിശുദ്ധിയുടെ ഏതോ ഒരു സൈഡ് കണ്ടിട്ട് ഞാൻ വലിയ വിശുദ്ധനാന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ല. ഹോളിനെസിന്റെ എക്സ്ട്രീം ലെവൽ ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാത്ത ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത മനോഭാവത്തോടെ നിങ്ങൾ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനക്കാരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് മണിക്കൂറുകൾ ദിവസങ്ങൾ പ്രാർത്ഥനാ റൂമിൽ ഇരിക്കുന്ന പ്രാർത്ഥനക്കാരെ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മളൊക്കെ എവിടെയാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തിന്റെയും ഒരു എക്സ്ട്രീം ലെവൽ ഉണ്ട്. എക്സ്ട്രീം ലെവലിന്റെ പ്രത്യേകത നിങ്ങൾക്ക് പറയാമെങ്കിൽ എക്സ്ട്രീം ലെവൽ ഒരിക്കലും നിൽക്കത്തില്ല. എക്സ്ട്രീം ലെവലിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓരോ വേർഷനുകളാണ് ഓരോ ദിവസം. പണ്ട് 5-6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഓരോ വർഷം കഴിയുമ്പോൾ എക്സ്ട്രീം ലെവൽ ഓരോ ഫോണിന്റെ അവർക്കുള്ള കമ്പനിക്കുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർ എക്സ്ട്രീം ലെവലിനെ ഇറക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, പണ്ട് നമ്മുടെ ഏറ്റവും അവൈലബിൾ ആയിരിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് നോക്കിയ ആയിരുന്നു. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്ന് അത് എത്രത്തോളം അത് നോക്കിയ ഫോൺ അവൈലബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കാരണം അവർ ഒരു സീസൺ ഇറക്കിയിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പക്ഷെ അടുത്ത ചില കമ്പനികൾ ഓരോന്നിറക്കി അതിന്റെ എക്സ്ട്രീമിലേക്ക് പോകാൻ ശ്രമിച്ചു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളടുത്ത് സംസാരിക്കുന്നു. പ്രാർത്ഥനയുടെ ഒരു എക്സ്ട്രീം ലെവലുണ്ട്. ദൈവിക ബന്ധത്തിന്റെ ഒരു എക്സ്ട്രീം ലെവലുണ്ട്. അഭിഷേകത്തിന്റെ ഒരു എക്സ്ട്രീം ലെവൽ
ലെവലുണ്ട്, വചന ധ്യാനത്തിന്റെ ഒരു എക്സ്ട്രീം ലെവലുണ്ട്. പൗലോസ് പിടിക്കാമോ എന്ന് പറഞ്ഞത് അമേൻ 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 ഒത്തിരി ലേഖനങ്ങളിൽ 14 ലേഖനങ്ങൾ എഴുതി വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് എഴുതിയ പൗലോസ് പറയുക പിടിക്കാമോ എന്ന്. അമേൻ അങ്ങനാണെങ്കിൽ നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്തെന്ന് ഇന്ന് രാത്രി കർത്താവേ എനിക്ക് അടുത്തൊരു സീസണിലേക്ക് പോകണം, എനിക്ക് അടുത്തൊരു മൂവിലേക്ക് പോകണം, എന്നെ ക്രിസ്തു എന്ന തലയോളം വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ വളരുന്നതിന്റെ സൈനാണ് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ വളരുന്നതിന്റെ ഒരു സൈൻ പറയാം. അതാ മുമ്പേ പറഞ്ഞത് നിങ്ങളുടെ അകത്തിങ്ങനെ പ്രാർത്ഥന ഇല്ലാത്തപ്പോഴും ദൈവബന്ധം ഇല്ലാത്തപ്പോഴും ഇങ്ങനെ ഒരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, മടങ്ങി വാ തിരിച്ചു വാ, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്, പ്രയോജനപ്പെടാൻ പറ്റും, നിനക്കൊരു സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പറയാം, നിനക്കൊരു സാധ്യതയുണ്ടെന്നാണ്. നിങ്ങൾക്ക് ദൈവബന്ധത്തെ കുറിച്ചുള്ള സന്ദേശങ്ങളും മടങ്ങി വരണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് നനയുന്നെങ്കിൽ, അല്ലെങ്കിൽ ചില പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഏറ്റവും കൂടുതൽ നമ്മൾ പാട്ടുകൾ കേൾക്കാറുള്ള ആളുകളാണ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അത് വല്ലാതെ നമ്മളെ പിടിക്കുന്നെങ്കിൽ, സ്വാധീനിക്കുന്നെങ്കിൽ ഇനിയും ഒരു സാധ്യത നമുക്ക് ഉണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്കൊരു ഭയങ്കര സാധ്യതയുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, വളരെ പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് പത്രോസ് പോകുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ മടങ്ങി വരാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് പത്രോസിനുണ്ടായിരുന്നു. മാനുഷികമായ തലങ്ങളിൽ അത് പ്രകടിപ്പിച്ചില്ലേലും ഇദ്ദേഹത്തിന് ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇദ്ദേഹം മടങ്ങി വരും. ഇദ്ദേഹത്തിന് ഒരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം കയറി വരും. പ്രിയരെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നു. നിങ്ങൾക്കൊരു സാധ്യത ഇന്ന് രാത്രി ഈ മീറ്റിംഗിലൂടെ പരിശുദ്ധാത്മാവ് തുറന്നു തരിക. നിങ്ങൾക്ക് ഒരു വലിയ സാധ്യത, നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. ഒരു ജനറേഷന് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുക. ഞാൻ ഒരു 1-2 മിനിറ്റ് ഒരു പ്രൊഫറ്റിക്കൽ ദൂത് പറയാം. നിങ്ങൾ കേൾക്കാമെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഒരു അമേൻ നിയോഗത്തിലാണ് ഞാൻ പറയുന്നത്, ഒരു പ്രവാചക അഭിഷേകത്തിലാണ് പറയുന്നത്. ഇതിനകത്തിരിക്കുന്ന ചില യൂത്ത്സ്, ചില സഹോദരിമാർ, ചില കുഞ്ഞുങ്ങൾ ഇപ്പോൾ അതിനെ സ്വീകരിച്ചെടുത്തോണം. നിങ്ങൾ പകുതിയിൽ അവസാനിക്കത്തില്ലെന്ന് ശക്തമായി വിശ്വസിക്കണം. നിങ്ങൾക്ക് ഈ സീസണിൽ ചിലര് പറയുന്ന ഫാസ്റ്റർ ബ്രദറെ ഞാൻ പെട്ടുപോയി, അച്ഛാ ഞാൻ പെട്ടുപോയി, ഇനി എനിക്കൊരു സാധ്യതയില്ല. ആര് പറഞ്ഞു? നിനക്കൊരു സാധ്യത ഉണ്ടെന്നാണ് ഇന്ന് രാത്രി ഈ മീറ്റിംഗിനകത്തൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്റെ അകത്ത് വലിയൊരു നിയോഗവും വലിയൊരു തെള്ളലും പരിശുദ്ധാത്മാവ് തരുന്നു. നിനക്ക് ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തലയിലോട്ട് കൈവച്ച് പറ, എനിക്ക് ഒരു സാധ്യതയുണ്ട്. പറഞ്ഞ് എനിക്ക് നല്ല നിയോഗമുണ്ട്. ചില അസാധാരണമായി ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ചില തലമുറകൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്താ ഞാൻ പറയുന്നത്, അസാധാരണമായി ദൈവബന്ധത്തിന്റെ സീഡ് അകത്ത് കിടക്കുന്ന ചില തലമുറകൾ ഇതിനകത്തുണ്ട്. നിങ്ങളെ നോക്കി ഞാൻ പറയുന്നത്, നിനക്ക് ഒരു സാധ്യതയുണ്ട്. വല്ലാത്ത ദൈവബന്ധവും അഭിഷേകവും നിയോഗങ്ങളും ദർശനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒത്തിരി പേര് എന്നെ ഇപ്പോൾ കേൾക്കുന്നു. നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്, നിന്നോട് തന്നെയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. വിശ്വസിച്ചുകൊണ്ട് പറയുക, നിനക്ക് ഒരു സാധ്യതയുണ്ട്. എന്തോ പരിശുദ്ധാത്മാവ് ഒറ്റ വാക്കിനെ എന്നെ വല്ലാതെ പറയാൻ പിടിച്ചു വെക്കുന്നു. ചിലപ്പോൾ ഈ വാക്കായിരിക്കാം ഈ സന്ദേശത്തിനകത്ത് നിങ്ങൾ സ്വീകരിക്കുന്ന കാരണത്താൽ നിങ്ങളുടെ ലൈഫിനെത്തിയിരിക്കുന്നത്. പലരുടെ ലൈഫിനകത്തും ഒത്തിരി ശുശ്രൂഷകരുടെ ലൈഫിൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഒത്തിരി ശുശ്രൂഷകരുടെ ലൈഫിൽ, ഒത്തിരി അഭിഷക്തന്മാരുടെ ലൈഫിൽ, ഒത്തിരി കുഞ്ഞുങ്ങളുടെ ലൈഫിനകത്ത് അവരൊരു പകുതി സർക്കിൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ഹാഫ് സർക്കിളിനകത്ത് വരുമ്പോൾ അവരവിടെ ഫുൾ സ്റ്റോപ്പ് ആകും. ഹാഫ് സർക്കിൾ ഒരു ലൈഫിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ പീരീഡിൽ അവർ വലുതായി സക്സസ് ആകും. പക്ഷെ ആ പോർഷനിൽ എത്തുമ്പോൾ അവർ ഒതുങ്ങിപ്പോകും. അവരവിടെ ഹാഫിൽ സക്സസ് ആണ്. അവർക്ക് ആ ഫുൾനെസ്സിലേക്കും ആ ദൈവബന്ധത്തിന്റെ ആ പൂർത്തീകരണത്തിലേക്കും വാഗ്ദത്തങ്ങളുടെ ആ ശക്തമായ നിയോഗത്തിലേക്കും അവർക്ക് കാൽവെക്കാൻ പറ്റുന്നില്ല.
ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രവചിച്ച് പറയാം, സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്ത് ദൂത് പറയുന്നു, നിന്റെ ദൈവം നിന്നെ പകുതിയിൽ നിർത്തത്തില്ല, ഹാഫ് പോർഷനിൽ ഫുൾ സ്റ്റോപ്പ് ഇടത്തില്ല. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ചില തലമുറകൾ ഡെസ്റ്റിനിയെ പരിശുദ്ധാത്മാവിന് രാത്രി തിരിക്കുക. നിന്റെ ദൈവം പകുതിയുടെ ദൈവമല്ല. നിന്റെ ദൈവം ഹാഫ് പോർഷനിൽ നിന്നെ ഒതുക്കത്തില്ല. ആമേൻ. ഒരു ഹാഫ് സർക്കിളിൽ നിന്നെ ഒതുക്കത്തില്ല. പത്രോസേ, ഒരു ഹാഫ് സർക്കിളിന്റെ 33.5 വർഷം യേശുവിന്റെ കൂടെ യേശു ജീവിച്ചു. ആമേൻ. 3.5 വർഷം യേശുവിന്റെ കൂടെ പത്രോസ് ശുശ്രൂഷിച്ചു. ആ 3.5 വർഷം ഹാഫ് സർക്കിൾ ആക്കിയെടുത്തേ. ആ ഹാഫ് സർക്കിളിൽ നിന്റെ മിനിസ്ട്രി ഒതുങ്ങത്തില്ല. അതിന് പൂർത്തീകരണം തരാനാണ് ഇന്ന് ഈ എൻകൗണ്ടർ. ആമേൻ. തിബരിയാസിന്റെ കടവിൽ ഇറങ്ങി വരുന്ന ഈ എൻകൗണ്ടർ നിങ്ങളെ നോക്കി ഞാൻ ഈ ദൂതിനെ ഒന്ന് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരു വലിയ പൂർത്തീകരണത്തിന്റെ സാധ്യത സ്ട്രോങ് ആണെന്ന് പറയാൻ എനിക്ക് നല്ല നിയോഗമുണ്ട്. നിങ്ങൾക്കൊരു പൂർത്തീകരണത്തിന്റെ സാധ്യത അടുത്തൊരു 2ാം ഘട്ടം, അങ്ങനെ തന്നെ പറയാം, അടുത്ത ഒരു 2ാം ഘട്ടം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുറന്നു തരികയാണ്. ആമേൻ. പറഞ്ഞ് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ചിലരെ നോക്കി എനിക്കറിയാം ഒത്തിരി പേര് ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നോക്കി ഞാൻ പറയാം, ഒരു 2ാം ഘട്ടം പരിശുദ്ധാത്മാവ് നിനക്ക് തുറകെ ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് അടുത്ത ഒരു 2ാമത്തെ അടുത്ത സർക്കിൾ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. വിശ്വസിക്കുക, ആമേൻ പറയുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ആമേൻ എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിക്കുക. 2ാം ഘട്ടം നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു 2ാം ഘട്ടമുണ്ട്. വിശ്വസിക്കാമോ? തീർന്നിട്ടില്ല, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. അടുത്തൊരു 2ാം ഘട്ടമുണ്ട്. പത്രോസേ, അടുത്തൊരു 2ാം ഘട്ടം നിനക്കുണ്ടെന്ന്. തിബരിയാസിലോ ഈ കടൽക്കരയിലോ അവസാനിക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. ഒരു 2ാം ഘട്ടം നിനക്കുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ഈ കാലത്തേക്കാൾ ശ്രേഷ്ഠമാണ് നിങ്ങളുടെ 2ാം ഘട്ടം. നിങ്ങളുടെ ഈ ദിവസങ്ങളെക്കാൾ ശക്തമാണ് നിങ്ങളുടെ അടുത്ത ദിവസങ്ങൾ. നിങ്ങളുടെ ഈ ആഴ്ചകളെക്കാൾ ശക്തമാണ് അടുത്ത വരാൻ പോകുന്ന ദിവസങ്ങൾ. അമേ പറയുക. നിങ്ങൾ ഈ ദിവസങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ പറഞ്ഞു, അയ്യോ ഭയങ്കര സംഭവം, ഭയങ്കരമായി എന്നെ നീ ഉപയോഗിക്കുന്നു കർത്താവിന്. അയ്യോ അതൊന്നും അല്ല, അതിനെയൊക്കെ ഒന്നുമല്ലാതാക്കുന്ന ഒരു 2ാം ഘട്ടം നിനക്കുണ്ട്. സ്വീകരിക്കുക. കർത്താവ് ചിലരെ തൊടുക. സ്വീകരിക്കുക. സ്വീകരിക്കുക. ഒരു 2ാം ഘട്ടം നിനക്കുണ്ട്. ആരോടത്ത ഞാൻ ഈ ദൂത് പറയണ്ടേ? ആരോടാ സംസാരിക്കുന്നേ? നിങ്ങളോടാണെന്ന് തോന്നുന്ന കർത്താവേ, എന്റെ ലൈഫിനകത്ത് ആ 2ാം ഘട്ടം ഇന്ന് രാത്രി തുറക്കണം. ആ 2ാം ഘട്ടത്തിന്റെ പ്രത്യേകത പിന്മാറ്റങ്ങളില്ല. 2ാം ഘട്ടത്തിന്റെ പ്രത്യേകത, ഇനി ഏത് വലിയ കോഴി കൂവിയാലും നീ തള്ളിപ്പറയത്തില്ല. ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. 2ാം ഘട്ടം, 2ാം ഘട്ടം നിങ്ങൾക്ക് വേണ്ടി തുറക്കുക. നല്ല നിയോഗമുണ്ട്. നല്ലൊരു നിയോഗത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റിസൾട്ടുകൾ, ഈ ദൂതിന് റിസൾട്ടുകൾ ഉണ്ടാകും. ചില വാക്കുകൾ എവിടെ പ്രസംഗിച്ചാലും ചിലർ കയറി പിടിച്ച് അതിന് റിസൾട്ട് കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങളടുത്ത് ഞാൻ പറയുക, നിന്റെ ലൈഫിനെ 2ാം ഘട്ടം. പലപ്പോഴും ചോദിച്ചിട്ടില്ലേ, കർത്താവേ പിന്മാറ്റമില്ലാത്ത ദിവസങ്ങൾ എനിക്ക് തരണമേ. തള്ളിപ്പറച്ചിലുകളില്ലാത്ത ഒരു ദിവസം എനിക്ക് തരണമേ. പ്രാർത്ഥനാ ബന്ധം മുറിഞ്ഞു പോകാത്ത ദിവസം എനിക്ക് തരണമേ. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്മാറ്റങ്ങളില്ലാത്ത ഒരു ദിവസം എനിക്ക് തരണമേ. തള്ളിപ്പറച്ചിലില്ലാത്ത ഒരു ദിവസം എനിക്ക് തരണമേ. കർത്താവിന്റെ സാന്നിധ്യം വിട്ടുവരിയാത്ത ദിവസങ്ങൾ എനിക്ക് തുറന്നു തരണമേ. കമോൺ, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് പ്രാർത്ഥിക്കാൻ പറ്റും? അങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിൽ 2ാം ഘട്ടത്തിൽ, 1ാം ഘട്ടത്തിൽ ആ സർക്കിളിൽ ഇങ്ങനെ തന്നെ പറയാം. ആ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആ സർക്കിളിൽ പിന്മാറ്റമുണ്ട്. ആ സർക്കിളിൽ നീ ഒളിച്ചൊളിച്ച് നടക്കും. ആ സർക്കിളിൽ ഒരു കൊച്ചു പെൺകൊച്ചിന്റെ മുമ്പിൽ യേശുവിനെ അറിയത്തില്ലെന്ന് പറയും. കോഴി കൂവുമ്പോൾ മാറ്റി മാറ്റി നീ തള്ളിപ്പറയും. തള്ളിപ്പറച്ചിലുകൾ നിനക്കൊരു ശീലമായി മാറും. ഇല്ലേ? നമ്മുടെ അനുഭവം അല്ലേ? തള്ളിപ്പറച്ചിലുകൾ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം
പരസ്യമായല്ല, ജീവിതം കൊണ്ട് യേശുവിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ പ്രാർത്ഥിക്കാമെങ്കിൽ ഇതൊന്നുമില്ലാത്ത, കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരു രണ്ടാം ഘട്ടം പരിശുദ്ധാത്മാവ് തുറക്കും. ആമേൻ പറയുക. കമോൺ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ അമ്മ തള്ളിപ്പറച്ചിലില്ലാത്ത ഒരു ദിവസം തരണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കമോൺ, നിങ്ങൾക്ക് എന്നോടൊന്ന് നിങ്ങൾക്കൊന്ന് റിപ്ലൈ തരാമോ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവേ ആ ദൈവബന്ധം ക്യാമ്പിന് ഓക്കെയാ, കർത്താവേ മീറ്റിങ്ങിന് ഓക്കെയാ, പ്രസംഗിക്കുമ്പോ ഓക്കെയാ, കൺവെൻഷൻ ഓക്കെയാ, ഫാസ്റ്റിംഗ് റെക്കോർഡാണോ, അല്ലാത്തൊരു ദിവസം എനിക്ക് തരണമേ. എപ്പോഴും പറയാറുണ്ട്, ജീവിച്ച് കാണിക്കാൻ ഒരു കൊതി. അത് പാസ്റ്ററിന്റെ മുമ്പിലല്ല, കർത്താവിന്റെ മുമ്പിൽ ജീവിച്ച് കാണിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കുകയോ. കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ജീവിച്ച് കാണിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രൂവ് ചെയ്യണം ഹൃദയം. ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചു, കർത്താവെ തള്ളിപ്പറച്ചിലില്ലാത്ത ഒരു ദിവസം എനിക്ക് തരണം. അറിയത്തില്ലെന്ന് പറയുന്ന, സാന്നിധ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ദിവസം എനിക്ക് തരണമേ. കർത്താവ് ജനത്തെ തൊടുക, ആഴമായി തൊടുക, സ്വീകരിക്കുക. എനിക്ക് കർത്താവ്, നിങ്ങൾ ഇരിക്കുന്ന സമയം കര ഉയർത്തി എന്ന് പറഞ്ഞു, കർത്താവ് എനിക്ക് തള്ളിപ്പറച്ചിലില്ലാത്ത കർത്താവ് ജനത്തെ ഇപ്പോൾ തൊടണമേ, ഈ തലമുറകളെ ഒന്ന് തൊടണമേ. പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ അറിയത്തില്ലെന്നും പ്രാർത്ഥനയില്ലാത്ത ദിവസങ്ങൾ എന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി തരണമേ. പറഞ്ഞ് പ്രാർത്ഥനാ ജീവിതമില്ലാത്ത, ദൈവബന്ധമില്ലാത്ത ദിവസങ്ങൾ എന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി തരണമേ. പ്രാർത്ഥിക്കുക. ഇപ്പൊ പ്രാർത്ഥിക്കും. നല്ല അന്തരീക്ഷമാണ്, പറയാൻ പറ്റിയ അറ്റ്മോസ്ഫിയറാണ്. ഇപ്പം കേൾക്കാൻ കർത്താവ് നിങ്ങൾ അടുക്ക നിൽക്കുക. പറഞ്ഞോ, തള്ളിപ്പറച്ചിലുകളില്ലാത്ത എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ഒരു വെളിപ്പാട് പറയാം. ഈ കോഴി തന്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ ചിലരെ ഇന്ന് രാത്രി മറച്ചു പിടിക്കുക, ചിലരെ ചേർത്ത് പിടിക്കുക. കർത്താവിന് നിങ്ങൾക്ക് നല്ല ഈ പ്രസംഗം എന്തിനാ? ഈ പ്രസംഗം, ഈ റിതം ഓഫ് ഹെവനകത്ത് ഞാൻ വന്ന് പ്രസംഗിക്കുന്നത്, ഇതിന്റെ അർത്ഥം, ഇതിന്റെ പുറകിൽ കിടക്കുന്ന നിയോഗം ഒറ്റ ദൂതേ ഉള്ളൂ. ജിൻസ്, ഒറ്റ ദൂതേ ഉള്ളൂ. ഇനിയും സാധ്യതയുണ്ടെന്നോ, ഇനിയും നിനക്കൊരു സാധ്യത ഉണ്ടെന്ന് പറയാൻ ദൈവാത്മാവ് എന്നത്ത് പറയാൻ പറയും, പ്രവചിക്കാൻ പറയും. യു ക്യാൻ റിസീവ് റൈറ്റ് നൗ. നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കും. നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, അധികമായി ഞാൻ പറയാം, അഹങ്കാരത്തോടെ പറയാം, നിന്നെ പോലെ സാധ്യതയുള്ള ആൾ വേറെ ആരുമില്ല. കേറി നിൽക്കാമെങ്കിൽ, മടങ്ങി വരാമെങ്കിൽ, അടുത്ത പോർഷനിൽ നീയും കർത്താവും മാത്രമുള്ള ഒരു വലിയ, എന്നെ പരിശുദ്ധമായ സീക്രട്ട്, കർത്താവിനെ സീക്രട്ടായി പുറത്ത് കാണിക്കാനല്ല, പുറത്തു പറയാനല്ല, കർത്താവിനെ സീക്രട്ടായി സ്നേഹിക്കാൻ കർത്താവ് നിങ്ങളെ വിളിക്കുക. നിനക്കൊരു സാധ്യതയുണ്ട്, നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. എന്റെ ലൈഫിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യം, മറ്റു ചോദ്യങ്ങൾക്കൊന്നും എന്നെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ ചോദ്യത്തിന് മുമ്പ് ഞാൻ കീഴ്പ്പെട്ടിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്. സ്നേഹിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങേക്കാൾ വേറെ ഒന്നിനെ സ്നേഹിക്കുന്നത് പാട്ട് കേൾക്കുമ്പോ നമ്മൾ പാടിയൊക്കെ വിടും. പക്ഷെ ഈ പാട്ട് കേൾക്കുമ്പോൾ എന്റെ ഹൃദയം പൊടിയാറുണ്ട്. കാരണം ഞാൻ സല്യൂട്ട് ചെയ്യുകയും ഞാൻ തകർന്നു പോയതും ഇങ്ങനെയുള്ള വാക്കുകളാണ്. സ്നേഹിക്കുന്നുണ്ടോ? നന്നാകാൻ പറ്റുമോ? പ്രയോജനപ്പെടാൻ പറ്റുമോ? ഉള്ളിന്റെ ഉള്ളിൽ ഇന്നും അത് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും. അതിന്റെ അർത്ഥം ഞാൻ പറയാം, അടുത്തൊരു ഉണർവിന് ദൈവം നമ്മളെ ഉപയോഗിക്കുമെന്ന് പറയാനാ. ശക്തമാണത്. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. സാധ്യതയുണ്ട്, വലിയ സാധ്യതയുണ്ട്, വലിയ സാധ്യതയുണ്ട്. തലയിലോട്ട് കൈവച്ച് പറ, എനിക്ക് വലിയ സാധ്യതയുണ്ട്, എന്റെ മുമ്പിൽ വലിയ സാധ്യതയുണ്ട്. പ്രയോജനപ്പെടാൻ പറ്റും. നിന്റെ നാവിനെ ദൈവം അഭിഷേകം ചെയ്യും. അസാധാരണമായ ശുശ്രൂഷകൾക്കും കാഴ്ചപ്പാടുകൾക്കും ഇന്ത്യൻ ഉണർവിന് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കും. ഈ തലമുറയിൽ അസാധാരണമായ ഉപയോഗിക്കപ്പെടുന്ന അഭിഷേകത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വലിയ
നിയോഗം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ കൈമാറുക. പ്രാർത്ഥിക്കുക. എന്നോട് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ. പത്രോസിന്റെ അകത്ത് ചോദിക്കുന്ന ചോദ്യം, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന പത്രോസ് ഇപ്പം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറയാൻ മറുപടിയില്ല. ഒറ്റ കാര്യം, കർത്താവ് ഈ റിയൽ ആയിട്ടൊരു ചോദ്യം വന്നാൽ, കണ്ടിട്ടില്ലേ നമ്മള് ഈ ക്യാമ്പിനൊക്കെ ചോദിക്കും, കർത്താവിനെ സ്നേഹിക്കുന്നവരെല്ലാം കൈ ഉയർത്തി കാണിക്കാൻ പറയുമ്പോൾ ഒത്തിരി പിള്ളേർ കൈ ഉയർത്തി കാണിക്കും. കൺവെൻഷന് കർത്താവിനെ സ്നേഹിക്കുന്നവർ സ്നാനപ്പെടാനൊക്കെ പറയുമ്പോൾ കൈ ഉയർത്തി കാണിക്കും. നോ, സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലായ കാര്യം, എന്റെ ഒരു ചിന്ത പറയാം. ഈ സ്നേഹിക്കുന്നു എന്ന് കർത്താവ് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചാൽ പറ്റത്തില്ല. കർത്താവ് പത്രോസിനെ സ്നേഹിക്കുന്നുണ്ടോടാ? മറുപടിയില്ല. വീണ്ടും ചോദിച്ചു, സ്നേഹിക്കുന്നുണ്ടോ? മറുപടി പറയുന്നെങ്കിൽ, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചോദ്യം വരുമ്പോൾ എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം ഈ ചോദ്യം പറഞ്ഞിട്ട് വീണ്ടും ഞാൻ വഴിതെറ്റിട്ടുണ്ട്. ഈ ചോദ്യം പറഞ്ഞിട്ട് വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോയിട്ടുണ്ടോ? ഇനി എന്താ പറയുന്നത്? ഇന്ന് രാത്രിയിൽ ഈ ചോദ്യം വരുമ്പോ പല പ്രാവശ്യം ഈ ചോദ്യം കേട്ടിട്ട് സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയില്ലേ, പിന്മാറിപ്പോയില്ലേ? പ്രാർത്ഥനയില്ലാത്ത, ദൈവബന്ധമില്ലാത്ത മേഖലകൾ. ഇനി ആ ചോദ്യത്തിന് മറുപടി നീ പറയാതിരിക്കുക. വിതുമ്പണം, പൊട്ടണം ഹൃദയം കൊണ്ട് പറയണം. നിങ്ങൾ പകുതിയിൽ അവസാനിക്കത്തില്ല. അടുത്ത സർക്കിൾ ഞാൻ വരയ്ക്കും. അടുത്ത പകുതിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഇതൊരു പ്രൊഫറ്റിക്കൽ വേണ്ട. ഫെബ്രുവരി മാസം പരിശുദ്ധാത്മാവിന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കാണ്, നീ കാണുന്നൊരുത്തും നിൽക്കുന്നൊരുത്തും പറയണം, ആമേൻ, അവർ പകുതിയിൽ അവസാനിക്കത്തില്ല. നിങ്ങൾ പകുതിയിൽ നിന്നു പോകത്തില്ല. അടുത്തൊരു സീസൺ പത്രോസേ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. കാരണം എന്റെ ദൈവം പകുതിയുടെ ദൈവമല്ല. എനിക്ക് തോന്നുന്നു ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. നിങ്ങളുടെ വിളി തികയ്ക്കുന്ന ഒരു ദൈവമാണ്. നിങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ അങ്ങനെയുള്ള ഭയങ്ങൾ, ഇതൊരു നെഗറ്റീവായ സ്പിരിറ്റ് ആണ്. പൂർത്തീകരിക്കാൻ പറ്റുമോ? എന്റെ ക്രിസ്തീയ ജീവിതം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ? എന്റെ വിശുദ്ധ ജീവിതം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ? എന്റെ പ്രാർത്ഥനക്കാരൻ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ, ഇങ്ങനെയുള്ള ഭയങ്ങൾ ക്യാൻസൽ ചെയ്യുക. എനിക്കറിയാം, വലിയ ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ ആ ബിസിനസ് തുടങ്ങാനേ സ്റ്റെപ്പ് വെക്കുമ്പോ അകത്തുണ്ടാകും, അയ്യോ സക്സസ് ആവുമോ, ക്ലിക്ക് ആവുമോ, പൊട്ടിപ്പോവോ, കടം വരുമോ? പഠിക്കാനായിട്ട് ഒരു കോഴ്സിനോ, ഏതെങ്കിലും MBBS-നോ നേഴ്സിങ്ങിനോ എഞ്ചിനീയറിങ്ങിനോ ഒരു കോഴ്സിന് പോവുക, അകത്ത് എക്സാമിന്റെ തലേന്ന് അല്ലെങ്കിൽ കോഴ്സിന് പോകുമ്പോ അയ്യോ പാസ്സാവോ, അയ്യോ ഞാൻ എങ്ങനെ പാസ്സാവോ, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ, പൂർത്തീകരിക്കാൻ പറ്റുമോ? ഒരു ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുമോ? ഒരു രാജ്യത്ത് പോകുമ്പോൾ ആരെങ്കിലും അങ്ങനെയുള്ള സ്പിരിറ്റുകൾ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുക. നീ പൂർത്തീകരിക്കുമെന്ന് പറയാൻ നിയോഗമുണ്ട്. അകത്തങ്ങ് സംശയം, പൂർത്തീകരിക്കാൻ പറ്റുമോ? നീ പൂർത്തീകരിക്കും. നീ സക്സസ് ആകും. എല്ലാ ഭയങ്ങളെ, ഈ തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന ഭയങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുക. നിങ്ങൾ സക്സസ് ആകും, നിങ്ങൾ പ്രോസ്പെറസ് ആകും, വ്യാപിക്കും. നിങ്ങൾ സംശയങ്ങൾ മാറട്ടെ. എല്ലാവരുടെയും അകത്തുണ്ടാകുന്ന ഫിലിപ്പിയ ലേഖനം, താങ്ക് യു മോനെ, താങ്ക് യു, ആമേൻ, ഉറപ്പായ അവൻ നിങ്ങളെ തികയ്ക്കും. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ തികയ്ക്കും. അവൻ നിങ്ങളെ സക്സസ് ആക്കും. അത് പറ, ആ വാക്യം പറ, തികയ്ക്കും. കാരണം എന്റെ ദൈവം പൂർത്തീകരണത്തിന്റെ ദൈവമാണ്. അങ്ങനെയുള്ള നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ വരണം, അതിനെ ബ്രേക്ക് ചെയ്യുക. പറ, പൂർത്തീകരിക്കും. നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ആരും കംപ്ലീറ്റ് ചെയ്തത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. കാരണം എനിക്കറിയാകുന്നത്, നിങ്ങൾ കേട്ടോടെ, ഒത്തിരി പേര് എന്നെ കേൾക്കുന്നുണ്ടല്ലോ, വഴി വെച്ച് തകർന്നു പോയ ഏതോ പാസ്റ്ററിനല്ല എനിക്കറിയാകുന്നത്, ഏതോ വഴി വെച്ച് തകർന്നു പോയ ഏതോ അമ്മാമ്മയല്ല എനിക്കറിയാകുന്നത്, വഴി വെച്ച് അമ്മ തകർന്നു പോയ ഏതോ അച്ചാച്ചനല്ല എനിക്കറിയാവുന്നത്. ഓട്ടം തികച്ചൊരു യേശുവിന്റെ കണ്ണിനകത്താ ഞാൻ നോക്കുന്നത്. ഒരു പാട്ടുണ്ട്, കണ്ണിൽ തന്നെ നോക്കുക. അമ്മ കണ്ണിനെ നോക്ക്, കർത്താവിനെ നോക്കുക.
ആരോ ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ നൂറുകണക്കിന് വീണ ആൾക്കാരെ നോക്കാതെ ഓടി തികച്ച ഒത്തിരി ദൈവദാസന്മാരുണ്ട്. ബില്ലി ഗ്രഹാം, റെയ്നാർഡ് ബോംഗെ. നമ്മളെപ്പോഴും കാണുന്നത് തകർന്നു പോയതും വീണു പോയതും പിന്മാറിപ്പോയതും കേസ് പിടിക്കപ്പെട്ടതുമായ ആൾക്കാരെ കാണാതെ പോസിറ്റീവായി വിജയിച്ച ഒത്തിരി പേര് നമ്മുടെ മുമ്പിലുണ്ട്. വിജയിച്ച് ഓട്ടം തികച്ച. പണ്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ ഫ്യൂണറൽ സർവീസിനകത്ത് ചിലരെ ബോഡിയുടെ ആ പെട്ടിക്കകത്ത് എഴുതി വെക്കും ഓട്ടം തികച്ചെന്ന്. ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്നൊക്കെ പെട്ടിയുടെ പുറകിൽ മണ്ട എഴുതി വെക്കും. കർത്താവ് ചോദിക്കും, അയ്യോ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈ സഹോദരൻ ഓട്ടം തികച്ചോ? വഴി തകർന്നു പോയ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഈ സീസണിൽ നിങ്ങൾ തകരത്തില്ല. ആമേൻ പറ. ഈ ദൂതൻ ആമേൻ പറഞ്ഞില്ലേ, പിന്നെ ഏത് ദൂതൻ ആമേൻ പറയുന്നത്? നിങ്ങൾ വഴി ഈ ഫ്യൂണറൽ സർവീസിനകത്ത് നമ്മൾ വെച്ച് അടിച്ചങ്ങ് വിടും. അമ്മേ അച്ഛ ഓട്ടം തികച്ചു, അച്ഛൻ ഭയങ്കര വിശുദ്ധനാണ്. വേറെ ചിലപ്പോൾ ദൈവം കർത്താവ് പറഞ്ഞു, അയ്യോ ഇവനെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ സീസണിൽ നിങ്ങളെ നോക്കി ഞാൻ പറയാം, നിങ്ങൾ ഓട്ടം തികയ്ക്കും. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് പകുതിയിൽ വെച്ച് അവസാനിക്കത്തില്ല, പൂർത്തീകരിക്കും. കാരണം വേറെ എങ്ങും നോക്കരുത് കേട്ടോ, വേറെ എങ്ങും നിങ്ങളുടെ ശ്രദ്ധ മാറരുത്. ഓട്ടം തികച്ച നമുക്ക് മുമ്പേ ഓട്ടം തികച്ച ഒരു യേശു കർത്താവുണ്ട്. അവൻ പൂർത്തീകരണത്തിന് ദൈവം. നിങ്ങൾ പൂർത്തീകരിക്കും. നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ഓട്ടം തികയ്ക്കും. ആരെങ്കിലും അകത്ത് അങ്ങനെയുള്ള ഭയമുണ്ടോ? പഠിത്തത്തെ കുറിച്ച്, എക്സാമിനെ കുറിച്ച് സാധ്യത, ഭയം, ബിസിനസിനെ കുറിച്ച്, ഏത് രാജ്യത്താണ് നിങ്ങൾ നിൽക്കുന്നത് ആ രാജ്യത്ത് നിങ്ങളെ ഉറപ്പിക്കത്തില്ലെന്ന് പറയുന്ന ഭയങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഒരു പ്രവാചക നിയോഗത്തിൽ ഞാൻ അതിനെ മുറിച്ചു കളയുന്നു. നിങ്ങൾക്കൊരു സാധ്യത ഉണ്ട്. ധൈര്യമായ ആമേൻ പറ. വലിയൊരു സാധ്യതയുണ്ട്. ആമേൻ. നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇതൂതിരെ ആമേൻ ഒറ്റ കാര്യം ആമേൻ പറഞ്ഞ് ചെക്ക് ഒപ്പിട്ട് സ്വീകരിക്കുക. ആമേൻ. ഈ ഭയത്തെ പുറത്താക്കുക. നിങ്ങൾ പൂർത്തീകരിക്കും. കാരണം നിങ്ങളുടെ നോട്ടം വേറെ ആരുമല്ല, ഓട്ടം തികച്ച യേശുവിലെ ഓട്ടം നോട്ടം. ആമേൻ. നിങ്ങളുടെ ദൈവം പകുതിയുടെ ദൈവമല്ല. നിങ്ങൾ പകുതി അവസാനിക്കത്തില്ല. അടുത്ത സർക്കിൾ ഞാൻ തുറക്കും. പത്രോസേ, പകുതിയിൽ അവസാനിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ വിളിക്കത്തില്ലല്ലോ. നീ പകുതിയിൽ പിന്മാറി ഒറ്റപ്പെട്ട് ഒരു ജഡീകരായി അവസാനിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുള്ള ദൂത. നീ പിന്മാറിപ്പോയാൽ ഈ പിന്മാറിപ്പോയാൽ അവിടെ വെച്ച് അവസാനിക്കത്തില്ല, പിന്നെയും വരും കർത്താവ്. എന്റെ ഒരു ഭാഷ പറയാൻ ഞാൻ പലപ്പോഴും പറയാനുള്ള വാക്ക്, കിട്ടുന്നിടത്തോളം കിട്ടുന്ന സ്ഥലത്ത് നീ എവിടെ ഉണ്ടോ അവിടെ വന്ന് നിന്നെ നന്നാക്കുന്ന ദൈവം എന്റെ ദൈവം. കാരണം എന്റെ യേശു സ്നേഹമാണ്. നിങ്ങൾ ഈ മീറ്റിംഗിനകത്ത് ചിലപ്പോൾ നന്നാകണമെന്നോ മടങ്ങി വരണമെന്നോ സാധ്യത കുറവായിരിക്കാം, ഉണ്ടാകട്ടെ. പക്ഷെ നിങ്ങൾ ഇന്ന് മടങ്ങി വന്നില്ലെങ്കിൽ അടുത്ത അൻസംഭാഷണനെ കൊണ്ട്, അടുത്ത ഏതെങ്കിലും ഒരു അൻസംഭാഷണയോ, അടുത്ത ഏതെങ്കിലും ദൈവദാസന്മാരെ കൊണ്ടോ, അടുത്ത ഏതെങ്കിലും വർഷിപ്പ് ലീഡറിനെ കൊണ്ടോ, അടുത്ത ഏതോ ഒരു സന്ദേശത്തിലോ നിങ്ങളെ തൊടാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. നിങ്ങൾ ഇന്ന് നന്നായില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ ദൈവം കൈവിടത്തില്ല എന്ന് പറഞ്ഞ് അതൊരു ഒരു ഗ്രേസ് ആയിട്ട് എടുക്കരുത്. എത്രയും പെട്ടെന്ന് നന്നാകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് മടങ്ങി വരിക. ഇന്ന് നിങ്ങൾ നന്നായ അതിന്റെ ഗ്ലോറി ഭയങ്കര വലിപ്പമായിരിക്കും. പത്രോസ് പല പ്രാവശ്യം ഈ വഴുതി പോവുക. ചോദ്യം, സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹിക്കാൻ പറ്റുമോ നിനക്ക്? ആദ്യത്തെ ചോദ്യം. പണ്ടൊക്കെ ഈ ചോദ്യം വരുമ്പോ ചാടിക്കയറി മറുപടി പറയുന്ന ആൾ ഇപ്പൊ മറുപടി ഇല്ല. എന്താ മറുപടി ഇല്ലാത്ത? കാരണം അവന് മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം കർത്താവിനറിയാം. സത്യം പറയാമല്ലോ, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇന്ന് രാത്രി ഞാൻ ചോദിക്കുക, സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങൾ ഒരിക്കലും പറയരുത് സ്നേഹിക്കുന്നെന്ന് ചാടിക്കറി പറയരുത്. ഹൃദയം കൊണ്ട് പറയണം, കർത്താവെ പലപ്പോഴും വാക്ക് പറഞ്ഞിട്ട് പെട്ടുപോയിട്ടുണ്ട്, നാടൻ ഭാഷ പറഞ്ഞ തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പരാജയമില്ലാത്ത ഒരു ദിവസം എനിക്ക് തരുമോ? എനിക്ക് തകർച്ചയില്ലാത്തൊരു ദിവസം എനിക്ക് തരുമോ? ചോദിക്കും. മക്കളല്ലേ, ചോദിക്കേണ്ടതേ ചോദിക്കണം. കർത്താവെ എനിക്ക് മുറിഞ്ഞു പോകാത്തൊരു ദൈവബന്ധം എനിക്ക് തരുമോ? ദൈവാത്മാവ് നിങ്ങൾക്ക് അത് തരിക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി അടുത്തൊരു 5-6 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 3 പ്രാവശ്യം ചോദിക്കുക, സ്നേഹിക്കുവോ? അറിഞ്ഞൂടാ. സ്നേഹിക്കോ? അറിഞ്ഞൂടാ. പറയാൻ പറ്റുന്നില്ല, വിതുമ്പുന്നു. ഞാൻ പറയാം, ഒറിജിനൽ ആയിട്ടൊരു ലവ് വന്ന സംസാരം കാണത്തില്ല. കണ്ടിട്ടില്ല ഈ ചിലത് ഈ ചുമ്മാ കിടന്നങ്ങ് സംസാരിക്കും. അതല്ല, ഒറിജിനൽ ലവ് വെളിപ്പെട്ട ഈ ഹൃദയ വിതുമ്പുകളാണ്.
ഹൃദയത്തിൽ നിന്നാണ് സംസാരം വരുന്നത്. അത് വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തത് ഹൃദയത്തിൽ നിന്ന് വരും. കണ്ടിട്ടില്ലേ, ചിലർ ചെല്ലുമ്പോ ചിലര് പൊട്ടിക്കഴിഞ്ഞാൽ അവര് ഈ വാക്കുകൊണ്ട് പറയുന്നതെല്ലാം തെറ്റിപ്പോകും. അത് ഹൃദയത്തിന്റെ ലാംഗ്വേജ്, ഹൃദയത്തിന്റെ ഭാഷയെ പറയണം സ്നേഹിക്കുന്നത്. എങ്ങനെയാ പറയുന്നത്? പത്രോസേ, നീ സ്നേഹിക്കുന്നുണ്ടോ? വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? വീണ്ടും ചോദിക്കുക, സ്നേഹിക്കുന്നുണ്ടോ? ഭയങ്കര കഷ്ടമാക്കണം. കാരണം ദൈവത്തിന്റെ ആഗ്രഹയോ ഉത്തരം പറയരുത്. അവസാനം പറഞ്ഞു, ജിൻസേ മോനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കട്ടാവോ? ഞാൻ കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും വീണ്ടും ചോദിക്കുക. മോനെ കട്ടാവോ? ഓക്കെ, ഞാൻ കുറച്ച് സമയം പറയാം. വീണ്ടും വീണ്ടും ചോദിക്കുക. ഒന്നാമത് ചോദിച്ചു, മറുപടി ഇല്ല. ഓക്കെ, വീണ്ടും വീണ്ടും ചോദിക്കുക. കർത്താവേ, പത്രോസിന്റെ അടുത്ത് നിൽക്കുക, സ്നേഹിക്കോടാ? മറുപടി ഇല്ല. സ്നേഹിക്കോടാ? മറുപടി പറയാൻ പറ്റുന്നില്ല. വിതുമ്പോ ഒട്ടും അങ്ങ് ഹൃദയം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ലൈഫിലൊക്കെ പറയാം, ഇത്രയേരം കൈയൊന്നും അടിച്ചില്ല, അന്യഭാഷയൊന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു വർഷത്തിനകത്തിരിക്കുമ്പോ ഇങ്ങനെ നിന്ന് വിതുമ്പുന്ന ഹൃദയം നിങ്ങൾക്കുണ്ടോ? സാധ്യതയുണ്ട്. ഈ ഒറിജിനൽ വർഷിപ്പ് ഇവിടുന്ന് പറയണം, ഹൃദയത്തിൽ നിന്ന് പറയണം. കൈയടിയല്ല, കൈയടിക്കുന്ന നല്ലതാ, എല്ലാം നല്ലതാ. പക്ഷെ ഇവിടുന്ന് ഒരു സാധനം പറയണം, പൊട്ടണ ഹൃദയം യാഗമാകണം. ഹൃദയം ഇങ്ങനെ പൊടിയണം, ഇവിടെ മുറിയണം. ആരാധന എന്ന് പറയുന്നത് ഇവിടെ മുറിയണം. ഈ അബ്രഹാം യാഗം കഴിച്ചപ്പോ ഇവിടെ മുറിഞ്ഞു. ഇതാ ഒറിജിനൽ ആ സാധനം. ഞാൻ ഈ സന്ദേശം, ഈ യാഗമാകുന്ന ദേഹത്തെ വിട്ടുകൊടുത്ത ദൈവദാസത്തിന്റെ ദാസന്മാർ ഒരു മെസ്സേജ് പ്രദർശിച്ചപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് ഈ യാഗമാകണമെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചു ചെയ്തത്, ഇൻസ്റ്റയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു അത് സെക്യുലറായിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് ആ മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്തു. അന്ന് ആ കുഞ്ഞ് ചെയ്ത് എനിക്ക് തോന്നുന്നു 10,000 9,000 അങ്ങോട്ട് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റയിലെ ഒരു അഡ്മിൻ. അന്ന് രാത്രിയില് ഈ സന്ദേശം കേട്ടപ്പോ അത് സെക്യുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേജാണ്. ഈ യാഗമാകണം, ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതിനെ കത്തിച്ചു കളയണമെന്ന് പറഞ്ഞപ്പോ അന്ന് രാത്രി ആ കുഞ്ഞ് ചെയ്തത് 7,000 ഉള്ള ആ ഇൻസ്റ്റ പേജ് റിമൂവ് ചെയ്ത് കളഞ്ഞു. അയ്യോ, ഞാൻ പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നല്ലോ. പക്ഷെ അത് പറഞ്ഞു, അച്ഛാ എന്റെ അടുത്ത് ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏതിനകത്താണ് നമ്മുടെ ശ്രദ്ധ കൂടുതൽ പോകുന്നത് അതിനെ യാഗമാകണം. ഏതാ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് അതിനെ യാഗമാക്കണം. പത്രോസേ, കമോൺ, ചോദ്യം ചോദിക്കട്ടെ, സ്നേഹിക്കാമോ? ഇവിടുന്ന് വരണം. ഈ മറുപടി ടങ്കിൽ നിന്നല്ല, നാവിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്ന് പറയണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക, ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നാവിൽ നിന്നല്ല നിങ്ങൾ മറുപടി പറയേണ്ടത്, ഹൃദയത്തിൽ നിന്ന് പറയണം. ഹൃദയത്തിൽ നിന്ന് പറയണം. ഹൃദയം സംസാരിക്കട്ടെ. ഇതിനെ ഒന്ന് സിബിട്ട് വെച്ചിട്ട് ഇവിടുന്ന് സംസാരിക്കുക കർത്താവിനോട്. കമോൺ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? പക്ഷെ എനിക്ക് നിയോഗമുണ്ട് പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് നിയോഗമുണ്ട്. ഹൃദയവുമായി പ്ലഗ് ചെയ്യുന്ന ഒരു രാത്രിയായി ഇന്ന് രാത്രി. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ഹൃദയവും പ്ലഗ് ആകുന്ന ഒരു രാത്രിയാണ് ഇന്ന് രാത്രി. ദൈവത്തിന്റെ ഹൃദയവും നിന്റെ ഹൃദയവും പ്ലഗ് ആകുകയാണ്. നാവിന് സ്ഥാനമില്ല, പ്രവൃത്തികൾക്ക് സ്ഥാനമില്ല. നിന്റെ ഹൃദയം സംസാരിക്കട്ടെ കർത്താവിനോട്. കർത്താവേ, ഈ ജനത്തെ, ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ തൊടണമേ. ഇവർ കർത്താവുമായി പ്ലഗ് ചെയ്യട്ടെ. ഇന്റിമസിയുടെ ഉയർന്ന നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകട്ടെ. ചോദ്യം, സ്നേഹിക്കുന്നുണ്ടോ? മിണ്ടുന്നില്ല. നിങ്ങൾ വായിക്കണം ഇതിനെ. അവൻ 15ാമത് അവസാനത്തെ യോഹന്നാൻ 21:15 തൊട്ട് നിങ്ങൾ വായിക്കണം. ഇന്ന് രാത്രി വായിച്ച് ധ്യാനിച്ച് പൊട്ടിക്കരയണം.
എനിക്ക് തോന്നുന്നു ഇനി എന്റെ മുമ്പിൽ ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇത് കട്ടാവുമ്പോൾ ഞാൻ അതിന്റെ ഒന്ന് സന്ദേശത്തിന്റെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത് ഒന്നും കൂടെ വന്നിട്ട് നിങ്ങൾ ഒന്നും കൂടെ വരിക. നിങ്ങൾ ഇന്ന് രാത്രി ഈ യോഹന്നാന്റെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്തൊരു 10-15 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാം. അടുത്ത ലൈവില് ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ വരണം. നിങ്ങൾ ഇപ്പോൾ ഉള്ളവരെല്ലാം അത് ജോയിൻ ചെയ്യണം. ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 എടുത്ത് തുറന്നു വെച്ചിട്ട് നിങ്ങൾ കരയണം, പൊട്ടിക്കരയണം. എന്നിട്ട് അവിടെ പത്രോസ് എന്ന് മാറ്റിയിട്ട് അവിടെ നമ്മളെ കാണണം. അവൻ പ്രാതൽ കഴിച്ച ശേഷം ശീമോൻ പത്രോസിനോട്, അത് നിങ്ങളുടെ പേര് പറയണം, നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് പറയണം. അവിടെ നിങ്ങൾ ചോദിക്കണം, മോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? വീണ്ടും വീണ്ടും ആവർത്തിക്കുക, സ്നേഹിക്കുന്നുണ്ടോ? പ്രഭാത ജനുവിനായ ഒരു തലമുറ എഴുന്നേറ്റ് പറ, സിൻസിയറായിട്ട്, അഭിനയങ്ങളില്ലാത്ത ജനുവിനായ. ഇന്ത്യയിൽ വലിയൊരു ഉളമുളകും അത് നിങ്ങൾ നിൽക്കുന്ന ദേശത്തിൽ സംഭവിക്കും. അടുത്തൊരു നിയോഗത്തിന് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കും. സാധ്യത നിനക്ക് കൂടുതലാണ്. എവിടും വരെ പോകും. സ്വർഗത്തിന്റെ കണ്ണുകൾ ഇന്നും ഫോക്കസ് ചെയ്യുന്നത് പത്രോസ് നിന്നെയാ. ആരോ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ വേറൊരാളെ ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എത്രത്തോളം ശരിയാണെന്ന്. നിന്നെ കിട്ടുന്നത് വരെ പുറേ നടക്കും. അതെനിക്ക് തിയോളജിക്കലി എനിക്ക് അറിഞ്ഞൂടാ. അതെനിക്ക് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ അറിഞ്ഞൂടാ. പക്ഷെ എന്റെ അനുഭവം വെച്ച് പറയാം, നിന്നെ കിട്ടുന്നത് വരെ, നിന്നെ ലഭിക്കുന്നത് വരെ നിന്റെ പുറകെ ഞാൻ വരും. നിന്നെ ലഭ്യമാകുന്ന തലങ്ങൾ വരെ ഞാൻ നിന്റെ പുറകെ വരും. ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ചിലരെ തൊടുക. നിന്നെ ലഭ്യമാകുന്ന തലങ്ങളിൽ നിന്നെ കിട്ടുന്നത് വരെ പരിശുദ്ധാത്മാവ് പുറകെ വരും. ഷധോറോ സന്താന പ്രഭാലിയ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സീസണിൽ നീ ഇല്ലാത്തൊരു യാത്ര കർത്താവിനില്ല. കർത്താവിന് നിന്നെ ഒത്തിരി ആവശ്യമുണ്ട്. കർത്താവിന് നിന്നെ ഒത്തിരി ആവശ്യമുണ്ട്. ഈ സീസണിൽ എനിക്ക് ദൈവബന്ധത്തിന്റെ അടുത്ത ഉയർന്ന നിലവാരത്തിലേക്ക് എനിക്ക് നിന്നെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കണം. മതി, പകുതിയിലല്ല നിന്നെ ദൈവം ഒതുക്കത്തില്ല. എന്റെ ദൈവം പൂർണ്ണതയുടെ ദൈവമാണ്. ആ സർക്കിളിൽ ആരെങ്കിലും നിൽക്കുവാണോ? ഇന്ന് നിങ്ങൾ ഡയറി എടുത്തിട്ട് നിങ്ങൾ ഡയറി എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഡയറിയിൽ എടുത്തിട്ട് ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കണം. ആ ഹാഫ് സർക്കിൾ വരച്ചിട്ട് അടുത്തത് വീണ്ടും അത് പൂർത്തീകരിക്കണം. എങ്ങനെ ഞാൻ പറയുന്നത് മനസ്സിലാകും നിങ്ങൾക്ക്? നിങ്ങൾ ഡയറിയിൽ എടുത്തിട്ട് അത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി യൂട്ട്സ് ഉണ്ടായതുകൊണ്ട് എന്റെ ഡയറി ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ വരച്ചിട്ട് കർത്താവേ ഞാൻ ഇവിടെ നിൽക്കുക, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുക, എന്നെ സഹായിക്കണമേ. പത്രോസ് ഇങ്ങനെ ഹാഫ് സർക്കിളിൽ നിൽക്കുക. നിങ്ങൾ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഈ ഹാഫ് സർക്കിളിൽ നിന്നിട്ട് ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടുക. തിബിരിയാസിന്റെ കടൽക്കരയിൽ കർത്താവ് ഇറങ്ങി വന്നിട്ട്, എടാ നീ പകുതിയിൽ അവസാനിക്കത്തില്ലടാ, നിന്റെ പകുതിയിൽ ഞാൻ നിർത്തത്തില്ലടാ. നിന്നെ പകുതിയിൽ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടത്തില്ലടാ. നിന്നെ പകുതിയിൽ ഞാൻ നിർത്തത്തില്ല. നിന്നെ അടുത്തൊരു സർക്കിൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുറക്കും. അടുത്തൊരു സർക്കിൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുറക്കും. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്ത സർക്കിൾ നിങ്ങൾ വരയ്ക്കണം. അടുത്തൊരു ഒരു ആ പോർഷൻ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് വരയ്ക്കണം. അടുത്തൊരു സർക്കിൾ നിങ്ങൾ വരയ്ക്കണം. ആ സർക്കിള് ഭയങ്കര ഉയർച്ചയുടെ സർക്കിൾ ആയിരിക്കണം. ആ സർക്കിള് ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ദൈവസ്നേഹത്തിന്റെ ഉയർന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ കയറിപ്പോ. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കർത്താവാണെങ്കിൽ അടുത്തതിനകത്ത് പ്രാർത്ഥിക്കാം. ഈ പത്രോസിന്റെ അടുത്ത് വയ്ക്കുന്ന സ്നേഹിക്കുന്നോ എന്ന് ചോദിക്കുക.
എന്നാൽ പത്രോസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ മുൻപത്തെ അധ്യായത്തിലുണ്ട്. 153 മീനെ കൊണ്ട് കർത്താവിന്റെ മുമ്പിൽ ഇട്ടു കൊടുക്കുന്നു. ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 153 മീനെ കൊണ്ടിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പറയാമോ? 153 153 പറയാമോ? 153. നിങ്ങൾ ആ അക്കം കേട്ടോ? 153. ഞാനിങ്ങനെ ചോദിച്ചു, കർത്താവെ, ഈ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാ ഈ 153 മീനെ കൊണ്ടിട്ട് കൊടുക്കുന്നത്? അതിന് മുമ്പിട്ട് കാണാൻ പറ്റും 153 മീനെ കൊണ്ട് വെളിപ്പെടുത്തിയിട്ട് കൊടുക്കുക. അതിന്റെ കാര്യം എന്തുവാ? ഒന്ന് ചിന്തിച്ചേ. ഞാനിങ്ങനെ വല്ലാതെ ധ്യാനിച്ചു. 153 മീനെ കൊണ്ടുവന്ന് കർത്താവിന്റെ കയ്യിൽ ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ 153 മീനെ കൊണ്ടിട്ട് കൊടുത്തു. 152 ഇട്ട് കൊടുത്തില്ല, 151 ഇട്ട് കൊടുത്തില്ല. അപ്പോ എന്തോ ഒരു വ്യത്യസ്തത അതിനകത്ത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. കർത്താവ് ചോദിച്ചു, ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ? കൊണ്ട് കർത്താവ് 153 എണ്ണോ. എന്തോ ഈ 153 153. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യം ചെയ്യാം. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ 153 എന്ന് പറഞ്ഞാൽ എനിക്ക് വചനം പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഒരു ഫുൾനെസ്സിനെ കാണിക്കുക. ഫുൾനെസ്. കർത്താവിന്റെ സംസാരിക്കുമ്പോ പത്രോസ് ആ സീനൊന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് പത്രോസ് 153 മീനെ ഇട്ട് കൊടുക്കുന്നു. ഇപ്പം പിടിച്ചത് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ 153 മീനെ കൊണ്ടിട്ട് കൊടുക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വല്ല ചിന്തിച്ചു, കർത്താവ് ഇപ്പം പിടിച്ചതോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ ഈ 153 മീനെ ഇവ കൊണ്ടിട്ട് കൊടുത്തേ? വല്ലാതെ ഇങ്ങനെ ചിന്തിച്ചു. 153 മീനെ കൊണ്ടിട്ട് കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. എന്താ അതിന്റെ അർത്ഥം? 153 എന്ന് പറയുമ്പോൾ അവരുടെ ഈ പത്രോസിന്റെ ഈ മീൻപിടുത്തക്കാരുടെ അവരുടെ കണ്ണിൽ അന്നേ വരെ അവരുടെ അപ്പന്റെയും അവരുടെ ഈ മീൻപിടുത്തക്കാരുടെ ലിസ്റ്റിൽ അന്ന് വരെ ഉള്ളതായിരുന്നു 153 ടൈപ്പ് മീനുകൾ കടലിലുണ്ട്. 153 ഈ കർത്താവ് പറഞ്ഞു ഇന്ന സ്ഥലത്ത് മീൻ പിടിക്കുന്ന പറഞ്ഞ സമയത്തിന് കയറി വന്ന മീനാ. ഇവർ ഇന്നേ വരെ 153 ടൈപ്പ് മീനെ ഒരുമിച്ച് കണ്ടിട്ടില്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ച് ഈ നെറ്റിന്റെ ഇതുണ്ടായതുകൊണ്ട് ഒന്ന് ഡിലേ ആയി പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 153 മീനെ ഇന്നേ വരെ വർഷങ്ങളായിട്ട് പത്രോസിന്റെ അപ്പനും അവിടുത്തുള്ള ആൾക്കാരെല്ലാം മീൻ പിടിച്ചിട്ടും 153 മീനെ ഒറ്റയടിക്ക് കണ്ടിട്ടില്ല. പക്ഷെ 153 ടൈപ്പ് സാധനം കടലിലുണ്ടെന്നറിയാം. അന്നത്തെ കണക്കാണ്. പക്ഷെ ഈ കർത്താവ് പറഞ്ഞ സമയത്തിന് മീൻ പിടിച്ചപ്പോൾ അന്ന് ആ ഫുൾനെസ് വെളിപ്പെട്ടു. ഈ തിരുവിന്റെ സമയത്തിന് നിങ്ങൾക്ക് ഫുൾനെസ് വെളിപ്പെടും. നിങ്ങൾ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി വിധേയപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വലയിൽ വർഷങ്ങളായിട്ട് ഈ വലയ്ക്കകത്ത് ഇന്നേ വരെ കയറിയത് 10 ടൈപ്പ് കയറും, അല്ലെങ്കിൽ കൂടിപ്പോയ 30 ടൈപ്പ് മീൻ കയറും. ഇന്നേ വരെ 153 മീനെ യോമാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഈ സീസണിൽ കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി വിധേയപ്പെട്ടപ്പോ ആ ഫുൾനെസ് അവിടെ വെളിപ്പെട്ടു. നിങ്ങൾ നോക്കി, ഞാൻ പ്രവചിച്ച് പറയാം, നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ ഫുൾനെസ് ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം. നിങ്ങളുടെ ലൈഫിനകത്ത്, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് വലിയ ഫുൾനെസ്സുകൾ പരിശുദ്ധാത്മാവ് തരാൻ പോവുകയാണ്. നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ വലിയ ഫുൾനെസ് കർത്താവ്, അത് പഠനത്തിൽ മാത്രമല്ല, അത് എല്ലാം, സാമ്പത്തികത്തിൽ, ആരോഗ്യത്തിൽ, സൗന്ദര്യത്തിൽ, എല്ലാ മേഖലയ്ക്കകത്തും ഒരു ഫുൾനെസ് പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുക. ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 153 കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അതിനകത്തൊരു ദൂതുണ്ട്, അത് പറയാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ ഇപ്പൊ നടത്തുന്നത്. 153 മീനെ കൊണ്ടിട്ടിട്ട് ഇന്നേ വരെ ഇവര് ഈ 153 എന്ന് പറയുന്ന മൊത്തം ടൈപ്പിനെ ഇന്നേ കണ്ടിട്ടില്ല. ഫുള്ള് ടൈപ്പിനെ ആദ്യമായിട്ട് പത്രോസ് കാണുക. എണ്ണിക്കൊണ്ടുവന്ന് കർത്താവിന്റെ കാലിട്ടു. കർത്താവെ, ഇന്നേ വരെ അപ്പന്മാരായ തലമുറ ഞങ്ങൾ മീൻ പിടിക്കുന്നു. ഈ 153 മീനെ ഇന്നേ വരെ കേട്ടിട്ടേ ഉള്ളു കർത്താവെ, ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇനി 153 അർത്ഥം പറയാം. ഫുൾനെസ്, പൂർണ്ണത വെളിപ്പെടും. കർത്താവിന്റെ ശബ്ദം നിങ്ങൾ കേട്ടാൽ ഒന്ന് ഞാൻ പറയാം, സക്സസ് ആകും, പ്രോസ്പറസ് ആകും,
ഫുൾനെസ് നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടും. യേശുവിനെ സ്നേഹിച്ചാൽ നിങ്ങൾ ഒരു മേഖലയിലല്ല, നിങ്ങൾ തൊടുന്ന എല്ലാ മേഖലയിലും ആ ഫുൾനെസ് വെളിപ്പെടും. 2, 153 ഇത് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. 153 എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴല്ല, ഇതിനു ശേഷം ചുമ്മാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ചുമ്മാതെ 153 153 എന്ന് പറഞ്ഞ് ഇതിനെ ഗൂഗിളിൽ ചുമ്മാ സെർച്ച് ചെയ്യുക. ക്രിസ്ത്യൻ പോലും അടിക്കരുത്. ചുമ്മാതെ ഗൂഗിളിൽ കയറി 153 മീനിങ് എന്ന് മാത്രം അടിക്കുക. ഒറ്റ കാര്യം വരുന്നത് ഐ അഡോർ യു എന്ന് വരും. നിങ്ങൾ ശ്രദ്ധിച്ചോ? 153 മീനെ 153 153 എന്ന് പറയുന്നതിന്റെ 153 കൊണ്ടിട്ട് കൊടുത്തിട്ട് നിങ്ങൾ 153 എന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയിട്ട് 153 അടിച്ചു നോക്കിയിട്ട് എന്തുവാ വരുന്നത് നോക്കണം. അതിങ്ങനെ വരുന്നത് ഐ അഡോർ യു എന്നാ. ഞാൻ അങ്ങയെ ആരാധിക്കും, ഞാൻ അങ്ങയുടെ മുമ്പിൽ വീഴും, അങ്ങയുടെ മുമ്പിൽ വണങ്ങുന്നു. ഇതാ 153. പത്രോസ് ഇവിടെ ചെയ്തത്. സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കർത്താവേ പറയാൻ അറിഞ്ഞൂടാ, പ്രവർത്തിച്ച് കാണിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. പറയാൻ അറിഞ്ഞൂടാ, പ്രവർത്തിച്ച് കാണിക്കാം. ഇത് ഇങ്ങനൊരു തലമുറ എഴുന്നേക്കാൻ പോവുക. ഇങ്ങനൊരു തലമുറ പറയാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, പാടാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇത് പറയാനാ ഞാൻ ഇത്രയും നേരം വന്നേ. 153 പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷെ കർത്താവെ ഞങ്ങൾക്ക് കാണിക്കാൻ അറിയാം. പത്രോസ് 153 മീനെ കൊണ്ടിട്ട് കൊടുത്തു. ഈ 153 എന്ന് പറയുന്നതിന് ഭയങ്കര, നിങ്ങൾ എന്നെക്കാൾ പഠിത്തമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഒരു ചലഞ്ചിന് വേണ്ടി ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ പൈ എന്ന് പറയുന്ന കണക്കുണ്ട്. പൈ നമ്മള് 10ാം ക്ലാസ്സിലോ +2 പഠിക്കുന്നത് പൈ. പിന്നെ ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില പാസ്റ്റേഴ്സിന്റെ കാറിനകത്ത് പുറകില് ഈ 2 ആർക്ക്, ഒരു ഫിഷിന്റെ ആകൃതി വന്ന 2 ആർക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. ഓക്കെ, എനിക്ക് തോന്നുന്നു ലൈവ് 1 മണിക്കൂർ കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു. താങ്ക് യു. നമുക്കിത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ അടുത്ത് കട്ട് ചെയ്യാൻ എൻ്റെ അടുത്ത് പറയാം. കട്ട് ചെയ്തിട്ട് അടുത്തതിന് കയറണം. പക്ഷെ ദൈവം നമുക്ക് കുറച്ചുകൂടെ നീട്ടി തന്നിരിക്കാം. ഓക്കെ, അതിന്റെ ഒരു ഫ്ലുവൻസി അങ്ങ് നിന്നു. ഓക്കെ, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുക. ഒരു 5-6 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാം. ഈ നിങ്ങളുടെ ഏതെങ്കിലും പാസ്റ്റർമാരുടെ കാറിന്റെ പുറകിൽ ശ്രദ്ധിക്കണം. ഈ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ വണ്ടിയുടെ പുറകിലൊക്കെ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ഈ 2 ആർക്ക്, 2 ഫിഷിന്റെ ആർക്ക്. അതിന്റെ അർത്ഥം നമ്മള് സത്യം പറഞ്ഞ ഇത് ഇപ്പം പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ക്രൂശീകരണത്തിന് ശേഷമാണ് ക്രിസ്ത്യൻസിന്റെ സൈൻ എന്ന് പറയുന്നത് ക്രൂശ് വരുന്നത്. ക്രൂശീകരണം, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷമാണ് കൂടുതലായി അംഗീകരിക്കപ്പെടുന്നത്. ക്രൂശ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിന്റെ ഒരു സൈനായി, അടയാളമായി ക്രൂശിനെ വെക്കുന്നത്. പക്ഷെ അതിനു മുമ്പിട്ട് ഈ എംബ്ലമാണ് യഹൂദന്മാര് വെച്ചിരിക്കുന്നത്. ഈ പൈ നിങ്ങൾ ഗൂഗിളിലോ ബൈബിൾ പഠിച്ചൊക്കെ നോക്കിയാൽ മതി. ഈ പൈ 2 ആർക്കുകൾ ഒരു മീനിന്റെ ആകൃതിയിൽ ഇങ്ങനെ വരും. അതിനകത്ത് അതാണ് ഈ പണ്ട് വലിയ പ്രോസിക്യൂഷൻ ഒക്കെ നടക്കുമ്പോൾ ചില ബിൽഡിങ്ങിന്റെ മുകളിൽ വലുതായിട്ട് ഈ ഫിഷിന്റെ ഈ ചിഹ്നം ഇങ്ങനെ വെക്കും. അവിടെ പോയി നമുക്ക് അവിടെ പോയി താമസിക്കാനും പീഡനങ്ങൾ വരുമ്പോൾ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നീടാണ് യേശു കർത്താവിന്റെ മരണത്തിന് ശേഷം ഈ ക്രൂശ് വരുന്നത്. പിന്നീട് നമ്മളത് മൊത്തം എല്ലാ പള്ളികളും എല്ലാ ആരാധന സമയം ഈ ക്രിസ്ത്യൻസിന്റെ ചിഹ്നം ക്രൂശായി മാറി. പക്ഷെ അതിനു മുമ്പിട്ട് ഈ ഒരു ചിഹ്നമാണ് കൂടുതലായി കണ്ടുവന്നിരുന്നത്. ഈ 2 മീനിന്റെ ഒരു ആർക്ക് പോലൊരു ചിഹ്നം. ഓക്കെ, ഇത് പത്രോസ് ഈ 153 മീനെ കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടിടും. ഈ ഫുൾനെസ്സിൽ നിന്ന് ഇവൻ കൊണ്ടിടുന്നത് ശ്രദ്ധിച്ച ഇച്ചിരി വചനത്തിന്റെ ഒരു വെളിപ്പാടിൽ നിന്ന് നിങ്ങൾ ഈ കാര്യങ്ങളെ കേൾക്കണം. ഒരു വെളിപ്പാട് റെവലേഷൻ എന്ന് ഈ കാര്യങ്ങളെ കേൾക്കണം. 153 മീനെ കൊണ്ടിടുമ്പോൾ ഇവൻ തൊട്ടത് ഈ പഠിത്തമില്ലാത്ത സാധാ ഒരു മീൻകാരൻ, ഒരു മീൻ കച്ചവടക്കാരൻ, ഒരു മുക്കുവൻ തൊട്ട റേഞ്ച് യഹൂദന്മാരുടെ അന്നത്തെ കണക്കിനെയാണ്. ആർക്കിമീഡിയാസിന്റെ കണക്കുകൾ നമുക്കറിയാം. അവരുടെ യഹൂദന്മാര് അന്ന് ഫോളോ ചെയ്യുന്ന ആർക്കിമീഡിയസിന്റെ കണക്കുകളാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കണക്കിനെയാണ്, ആ കണക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരക്കമാണ് 153. ആർക്കിമീഡിയസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കാണ് 153. ഈ ഫുൾനെസ് വെളിപ്പെട്ടപ്പോൾ പത്രോസ് എന്ന് പറയുന്ന സാധാരണക്കാരനായ, പഠിത്തമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ഈ സാധാരണക്കാരൻ തൊട്ട റേഞ്ച് യഹൂദന്മാരുടെ കണക്കിനെയാണ്. നിങ്ങൾക്ക് ഇതിനാമേൻ പറയണം. ഇതൊരു പ്രൊഫറ്റിക്കൽ ദൂത.
നിങ്ങളുടെ മേലൊരു അഭിഷേകം വീണാൽ, ഇത് നിങ്ങളെ പഠിക്കുന്ന തലമുറകളെ നോക്കി ഞാൻ പറയുന്നത്, ഇതൊരു യൂത്ത് മീറ്റിംഗ് യൂത്ത്സ് ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ മേലൊരു അഭിഷേകം വീണാൽ നിങ്ങളൊരു സാധാരണക്കാരനായിരിക്കാം, പക്ഷെ നിങ്ങൾ തൊടുന്ന റേഞ്ച് അസാധാരണമായിരിക്കും. ആമേൻ. പലരും തൊടാത്ത ചില മേഖലകളെ നിങ്ങൾ സ്വാധീനിക്കും. ആമേൻ പറ. കണ്ടില്ലേ, മോനെ ജിൻസ, ഇത് പൗലോസ് ഈ ഭാഗത്തെ തൊട്ടായിരുന്നെങ്കിൽ നമ്മൾ അംഗീകരിച്ചേ. പൗലോസ് ഈ ഭാഗത്തെ തൊട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പൗലോസ് യഹൂദന്മാരുടെ ന്യായപ്രമാണം സംബന്ധിച്ച് പഠിച്ചവനാ. അവൻ ഈ 153 കണക്ക് അവിടെ ഇപ്പോൾ വല്ലതും കൂട്ടാ ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പൗലോസ് ആയിരുന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കായിരുന്നു. പക്ഷെ പത്രോസ് ഒരു 10-50 മീൻ കർത്താവിന്റെ സന്നിധിയിൽ ഇട്ട് കൊടുക്കാതെ ഈ 153 പിടിക്കാൻ അവനെ പ്രേരിപ്പിച്ച ഒരു ഫുൾനെസ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവൻ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തൊട്ട റേഞ്ച് അന്നത്തെ യഹൂദന്മാരുടെ കണക്കിനെ പിടിച്ചു നിൽക്കുന്ന റേഞ്ചാണ്. കർത്താവ് വെളിപ്പെട്ടാൽ അസാധാരണമായ ജ്ഞാനം തുറക്കും. സ്വീകരിച്ചോ? കർത്താവ് വെളിപ്പെട്ടാൽ സാധാരണക്കാരനായി നിന്നെ കൊണ്ട് ദൈവം അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും. അതാണ് 153 അവസാനം പറഞ്ഞ ഒരു അർത്ഥം പറയാം. 153 കർത്താവെ സ്നേഹിക്കുന്നുണ്ടോ? ചോദ്യം, സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? ചോദ്യം. കർത്താവെ അറിഞ്ഞൂടാ, നാവ് കൊണ്ട് പറയാൻ അറിഞ്ഞൂടാ. എന്റെ ഒരു ചിന്ത പറയാം, ഞാൻ അതിനൊന്ന് ഇമാജിൻ ചെയ്ത് പറയാം. കർത്താവ് ഇങ്ങനെ നിൽക്കുമ്പോ അവൻ ഇപ്പൊ പിടിച്ചത് വല്ല ഉണ്ടോ നോക്കുമ്പോ ഓടിപ്പോയി തന്ത്രപ്പെട്ട് 153 ടൈപ്പ് സാധനം കൊട്ടയിലാക്കി കർത്താവിന്റെ അടുത്തിട്ടുണ്ട്. കർത്താവ് ഇത് നോക്ക്, 153 ഉണ്ട്. ഇത് വിളിച്ചു പറയുന്നു. എന്താ വിളിച്ചു പറയുന്നത്? ഞാൻ നിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നു. നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു ചെറിയൊരു ആശയമാണ് നിങ്ങളുടെ പങ്കുവെക്കുന്നത്. വാക്കിലല്ല, പ്രവർത്തിച്ച് കാണിക്കുക. ഐ അഡോർ യു. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്യണം. 153 എന്താ? അഡോർ യു. ഒറിജിനൽ സ്നേഹം വീണ, ഒറിജിനൽ സ്നേഹം വെളിപ്പെട്ട വാക്കല്ല, പ്രസംഗമല്ല, പാട്ടല്ല, സറണ്ടർ ചെയ്യും. ഒന്നുകൂടെ എന്റെ ഭാഷയെ പറഞ്ഞ കാലെ പിടിക്കുന്നതാ, കർത്താവിന്റെ കാലെ പിടിക്കുന്നതാ. കർത്താവിന്റെ സന്നിധിയിൽ വീഴുന്നതാ. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് വീഴാമോ ഇന്ന് രാത്രി? കർത്താവെ, എത്ര പ്രാവശ്യം പറഞ്ഞ് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞ് ഈ ഭാഗത്തെ വൃത്തികേടാക്കിയിട്ടുണ്ട്. പല ക്യാമ്പിനകത്ത് പറഞ്ഞ് ഞാൻ ഇതിനെ വൃത്തികേടാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒന്ന് ജീവിച്ച് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 153 മീനെ ആ പാദത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട്, കർത്താവെ ഇത് കണ്ടോ, ഐ അഡോർ യു. നിങ്ങൾക്ക് പറയാമോ? ഐ അഡോർ യു. എന്നോടൊന്ന് പറയാമോ? ഞാൻ അങ്ങേ ആരാധിക്കുന്നു കർത്താവ്, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഈ സമയം ഞാൻ കാണുന്ന കാഴ്ച പറയാം. കർത്താവ് നിൽക്കുമ്പോ ഒരു തലമുറ കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ വീട് കടന്നു. മൂപ്പന്മാരും കിരീടങ്ങളെ താഴെയിട്ട് ആരാധിക്കുന്ന പോലെ നമുക്കൊന്ന് കർത്താവിനെ ഒന്ന് സ്നേഹിക്കണം. ജനുവിനായ ഒരു ജനറേഷൻ ഈ ലൈവിലൂടെ എഴുന്നേറ്റ് വരട്ടെ. കർത്താവെ ഒന്ന് പറയാമോ? ഇനി ചോദ്യമൊന്നുമില്ല, സംസാരമൊന്നുമില്ല. എനിക്ക് എന്റെ ലൈഫ് കൊണ്ട് ഞാൻ തെളിയിക്കാം. ഈ ചോദ്യം, നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറയുന്ന ചോദ്യം വരുന്നത് ഈ ദൈവദാസന്മാര് ചോദിക്കും, സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിനെ സ്നേഹിക്കുന്നു. നമ്മൾ അതിനെ സ്നേഹിക്കുന്നത്, നമ്മൾ ഈ ചോദ്യം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ശുശ്രൂഷയിൽ സക്സസ് ആകാൻ വേണ്ടിയോ ഫെയിം ആകാൻ വേണ്ടിയോ അല്ല കർത്താവിനെ സ്നേഹിക്കുന്നത്. ഇതെല്ലാം കളയാൻ വേണ്ടിയാ സ്നേഹിക്കുന്നത്. ഒറിജിനൽ സ്നേഹം വെളിപ്പെട്ട ഇതിനെല്ലാം കളയും, ഇതിനെല്ലാം വേണ്ടെന്ന് പറയും. ഇതൊന്നും വേണ്ടെന്ന് പറയുന്ന സ്നേഹം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾക്കൊന്ന് ജനുവിനായി എത്ര പേർക്കൊന്ന് ഈ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഒരു തലമുറയെ നമുക്ക് തിരിച്ചെടുക്കണം, സുവിശേഷത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. പല പത്രോസുമാർ തിബരിയാസിൽ ഒതുങ്ങിയപ്പോ ഈ ജനറേഷനിൽ നമ്മൾ ഒതുങ്ങരുത്. നമ്മളെ പകുതിയിലല്ല, നമുക്കൊരു സാധ്യതയുണ്ട്. എന്നോടൊന്ന് പ്രാർത്ഥിക്കാമോ? സ്നേഹിക്കുന്നുണ്ടോ? ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവെ അറിയത്തില്ല, പറയാൻ പറ്റുന്നില്ല. ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പറയാൻ പറ്റുന്നില്ല.
ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കാണിച്ചു കൊടുത്തു. 153 മീനെ മുമ്പിലോട്ട് ഇട്ടുകൊടുത്തിട്ട് കാണിച്ചു കൊടുത്തു. പ്രൂവ് ചെയ്യാമോ? അടുത്തൊരു 1-2 മാസം കർത്താവിന്റെ സന്നിധി പ്രൂവ് ചെയ്യാമോ? അടുത്തൊരു 1-2 ദിവസങ്ങൾ പ്രാർത്ഥനയിൽ ഒന്ന് പ്രൂവ് ചെയ്യാമോ? കർത്താവിന് ഇതിന്റെ ആവശ്യമുണ്ട്. എത്ര പേർക്ക് എന്നോട് പ്രാർത്ഥിക്കാൻ പറ്റും? വാസ്തവമായി നിങ്ങൾക്ക് അടുത്തൊരു 5 മിനിറ്റ് എന്നോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറഞ്ഞു പറഞ്ഞ കാലങ്ങൾ മതി പ്രിയരെ. പറഞ്ഞത് സമയം മതി. നിർത്ത്. നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. കമോൺ. അടുത്തൊരു വീക്ക് നമുക്ക് പ്രൂവ് ചെയ്യാം. ആ വീക്ക് കഴിഞ്ഞിട്ട് അടുത്ത വീക്കിലേക്ക് നമുക്ക് കയറാം. ഘട്ടം ഘട്ടമായി നമ്മളത് തെളിയിക്കും. ഈ പത്രോസ് എങ്ങനെ പറയും സ്നേഹിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് എങ്ങനെ പറയും? എങ്ങനെ പ്രാഗൽഭ്യം കിട്ടും? പറയാൻ പറ്റുമോ സ്നേഹിക്കുന്നത്? പിന്മാറ്റത്തിന്റെ അങ്ങേയറ്റം കണ്ട ആളല്ലേ? പറയാൻ പറ്റുമോ? ഷഥോറോ ഷഥാല മനാത്തേരിയ. ഇനി പറച്ചിലില്ല പത്രോസ്. ഇനി ഇത് ഈ തിബരിയാസിന്റെ കടക്ക കഴിച്ച് പറഞ്ഞു തെളിയിക്കുമല്ല, പ്രവർത്തിച്ച് കാണിക്കണം. അങ്ങനെ തെളിയിച്ച ഒരാളല്ലേ പത്രോസ്. നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ഇന്റിമസിയുടെ പാട്ടുകൾ പാടി നടക്കാനല്ല, സ്നേഹത്തിന്റെ പാട്ടുകൾ പാടി നടക്കാനല്ല, യേശു സ്നേഹം എന്ന് പറയാനുമല്ല, സ്നേഹത്തിന്റെ പ്രസംഗം പ്രസംഗിക്കാനുമല്ല. കർത്താവിനെ റിയലായിട്ട് നമുക്ക് സ്നേഹിക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഷോറോത്തുനി ഒരു അഭിഷക്ത പ്രവാചക നിയോഗത്തിൽ ഈ ദൂതിനെ നിങ്ങളുടെ മേൽ ഞാൻ റിലീസ് ചെയ്യാം. നിങ്ങൾക്ക് എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ മതി. അന്യഭാഷ കൃപാവരം പ്രാപിച്ച ആരെങ്കിലും എന്റെ കൂടെ പ്രാർത്ഥിക്കും. ഷഥോറോ ഷഥാല മാനാത്തേരിയ. കർത്താവേ, പത്രോസിനെ പോലെ പകുതിയിൽ ഒതുങ്ങി ഫുൾ സ്റ്റോപ്പ് ഇട്ടവർക്ക് ഇന്ന് ഇപ്പോൾ തെളിയിക്കുന്ന ഒരു തിബരിയാസ് വെളിപ്പെടട്ടെ. ഞാൻ നിങ്ങളെ നോക്കി 1-2 പ്രൊഫറ്റിക്കൽ വേർഡ് പറയാം. സ്വീകരിക്കാമോ? സ്വീകരിച്ചോ? നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കർത്താവ് വെളിപ്പെട്ടാൽ ഫുൾനെസ് ഉണ്ടാവും. ഫുൾനെസ്. കർത്താവ് വെളിപ്പെട്ടാൽ ആ വലിയ പൂർണ്ണത ഉണ്ടാകും. ഇതുവരെ നിങ്ങളുടെ ലൈഫിനകത്ത് ഇല്ലാത്ത പൂർണ്ണതകൾ ഇന്ന് രാത്രി തൊട്ടുണ്ടാകും. അത് പഠനത്തിൽ, ആരോഗ്യ, എല്ലാ മേഖലയിൽ യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ റിലീസ് ചെയ്യും. നിങ്ങൾ ഓട്ടം തികയ്ക്കും, വിശ്വാസം കാക്കും, വഴി തകർന്നു പോകത്തില്ല. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. നിങ്ങൾ തകരത്തില്ലെന്ന്. നിന്റെ പഠനം പകുതി വെച്ച് തീരത്തില്ല. ഇത് പ്രവചന ശബ്ദമാണ്. നിന്റെ വിദ്യാഭ്യാസം വഴി വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടത്തില്ല. നിന്റെ അപ്പനും അമ്മയും വഴി വെച്ച് നിന്റെ വാഗ്ദത്തങ്ങൾ കാണാതെ അവർ ഇതിനകത്ത് ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, അസ്തമിക്കത്തില്ല. നിന്റെ വാഗ്ദത്തം കാണും, നിന്റെ വാഗ്ദത്തങ്ങൾ കാണും. നീ അനുഗ്രഹിക്കപ്പെടുന്ന നിന്റെ അപ്പനും അമ്മയും കാണും. നിന്റെ ഓട്ടം നീ തികയ്ക്കും. കർത്താവേ, ഇവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. തെളിയിക്കാമോ? 153 മീനെ കൊണ്ടിട്ട് കൊടുത്തിട്ട് ഐ അഡോർ യു. പറയാമോ ഈ വാക്ക്? ഐ അഡോർ യു. ശതാല, ഈ 153 മീനെ എന്തിനാ ഈ പത്രോസ് കൊണ്ടിട്ട് എന്ന് ഞാനിങ്ങനെ വല്ലാതെ ചിന്തിച്ചു. എന്താ ഇവൻ 50 മീനെ ഇട്ട് കൊടുക്കാത്ത, 5 മീനെ ഇട്ട് കൊടുക്കാത്ത, 10 മീനെ ഇട്ട് കൊടുക്കാം, 100 മീൻ എന്തിനാ? 153. പെട്ടെന്ന് അവൻ ഇത് പഠിച്ചപ്പോഴെ കണ്ടേ 153 അഡോർ യു. പറച്ചിലില്ല കർത്താവേ, തെളിയിക്കുക. പിടിച്ചത് മൊത്തം നിനക്ക് തരാം, കിട്ടിയ നന്മ മൊത്തം നിനക്ക് തരാം, എന്റെ ആരോഗ്യം നിനക്ക് തരാം, ലഭിച്ചതെല്ലാം നിനക്ക് തരാം. കമോ, നിങ്ങളുടെ ജ്ഞാനവും നിന്റെ അറിവും നിന്റെ കഴിവും നിന്റെ മിടുക്കും എല്ലാം കർത്താവിന് കൊടുക്കും. ഫുൾനെസ്സിൽ നിനക്കൊന്നുമില്ല, എല്ലാം കർത്താവിന്റെ. പ്രവേശത്തെ ഫുൾനെസ്സിൽ നിനക്കൊന്നുമില്ല, എല്ലാം കർത്താവിന്റെ. ഒന്ന് സമർപ്പിക്കാമോ? ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എത്ര പേർക്ക് ഞാനൊന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കണം? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാമോ? ഷോറോ കോലോ ഒരു അഭിഷക്ത പ്രവാചക നിയോഗത്തിൽ നിന്ന് ഞാൻ ഈ ദൂതനെ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ഹൃദയം പൊടിയണം. ഒറിജിനൽ വർഷിപ്പ് എന്ന് പറയുന്നത് കൈ ഉയർത്തുന്നതല്ല. ഒറിജിനൽ വർഷിപ്പ് എന്ന് പറയുന്നത് യാഗമാകുക, സമർപ്പിക്കുക, വീഴുക, അഡോർ ചെയ്യുക, എല്ലാത്തിനെയും കർത്താവിന് വേണ്ടി കൊടുക്കുക. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അബ്രഹാം
അമേൻ 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 അമേൻ. ഈ യാഗപീഠം ഒരുക്കി, അത് കൊള്ളാം, നല്ല യാഗം, നല്ല ആരാധന. പക്ഷെ അബ്രഹാമേ, അതങ്ങോട്ട് സക്സസ് ആകത്തില്ല. നിന്റെ ഈ ഒറ്റ മകനെ, ഹൃദയത്തെ സ്വാധീനിച്ച അതിനെ യാഗമാക്കുക. ഒത്തിരി യാഗങ്ങൾ, ആട്ടുംകുട്ടിയൊക്കെ അബ്രഹാം യാഗം കഴിച്ചിട്ടുണ്ട്. അതല്ല ആരാധന, റിയൽ ആരാധന. നിന്റെ ഹൃദയത്തെ സ്വാധീനിച്ച, നിന്റെ ഹൃദയത്തെ പിടിച്ചു വെച്ച ആ ഇസ്ഹാക്ക് എന്ന് പറയുന്ന സ്വന്തത്തെ കൊല്ലുക. ഇന്ന് രാത്രി നിങ്ങൾ ഏത് മേഖലയിലാണ് നിങ്ങളുടെ സ്വന്തത്തെ താലോലിക്കുന്നത്? അത് ചിലപ്പോൾ പണമാകാം, വിദ്യാഭ്യാസമാകാം, ആരോഗ്യമാകാം, സൗന്ദര്യമാകാം, ബന്ധങ്ങളാകാം, നിങ്ങളുടെ പേരാകാം, പ്രശസ്തിയാകാം, പഠനമാകാം. അതിനെ കൊല്ലുക, അതിനെ അഡോർ ചെയ്യുക, കർത്താവിന് വേണ്ടി ഇട്ടുകൊടുക്കുക. എന്നിട്ട് പറയുക, അഡോർ യു ഷേബാലെ. കർത്താവെ, ഈ ജനത്തെ ഇപ്പോൾ ഈ തലമുറയെ തൊടണമേ. ഓ ഷേഖേബേരി. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കണം. ഈ സന്ദേശം നിങ്ങൾ പകുതി വെച്ചാൽ കേൾക്കുന്നെങ്കിൽ മൊത്തം കേൾക്കണം. 183 പൂർണ്ണതയാണ്. പൂർണ്ണതയുള്ള ഒരു ആരാധന കർത്താവിന് വേണ്ടി കൊടുക്കാമോ? പൂർണ്ണതയുള്ള ഒരു ആരാധന, പൂർണ്ണതയുള്ള ഒരു ആരാധന കർത്താവിന് വേണ്ടി കൊടുക്കാമോ? കർത്താവെ, ഞങ്ങൾക്കൊരു പൂർണ്ണമായി ആരാധിക്കണം. പാസ്റ്റർ പറഞ്ഞ തോന്നലല്ല, ബ്രദർ പറഞ്ഞ തോന്നലല്ല, ഏതൊരു വർഷിപ്പ് ലീഡർ പറഞ്ഞ തോന്നലല്ല, ഞങ്ങൾക്ക് പൂർണ്ണമായി ആരാധിക്കണം. നിങ്ങളുടെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. കർത്താവേ, യേശുവിൻ നാമത്തിൽ ഇതൊരു പ്രൊഫറ്റിക്കൽ പ്രയർ പോലെ പ്രാർത്ഥിക്കാൻ എനിക്ക് നിയോഗമുണ്ട്. പ്രവചന ശബ്ദമായി പ്രൊഫറ്റിക്കൽ വേർഡ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്. കർത്താവ്, ഇപ്പോൾ എന്നെ കേൾക്കുന്ന സകലടമേ, ഇപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു. വഴിയിൽ വെച്ച് തകർക്കുന്ന സകല മേഖലകളെ ഞാൻ ശാസിക്കുന്നു. നിങ്ങൾ പിശാച് വഴിയിൽ നിങ്ങളെ ഫുൾ സ്റ്റോപ്പ് ഇട്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു പ്രവാചക നിയോഗത്തിൽ നിന്ന് ഞാൻ അതിനെ തള്ളി അടുത്ത മൂവിലേക്ക് വിടുന്നു. ഹാഫ് സർക്കിളിൽ നിങ്ങൾ നിന്നുപോയോ? അമേൻ. ഷോർട്ട് സർക്കിളുകളിൽ നിങ്ങൾ നിന്നുപോയോ? അടുത്ത പൂർണ്ണത, ഒരു പൂർണ്ണ ചന്ദ്രൻ, പൂർണ്ണ സൂര്യൻ വെളിപ്പെടുന്നത് പോലെ നിന്റെ ലൈഫിനകത്ത് എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരു പൂർണ്ണത വെളിപ്പെട്ടു വരട്ടെ. ബ്ലസ് ചെയ്യുന്നു. ആരോഗ്യത്തിനകത്ത് ഒരു പൂർണ്ണത വെളിപ്പെടട്ടെ. വിദ്യാഭ്യാസത്തിൽ മുടങ്ങിക്കിടക്കുന്നതിനകത്ത് പൂർണ്ണത ഉണ്ടാകട്ടെ. ഓ, ജോലിക്കകത്തൊരു പൂർണ്ണത ഉണ്ടാകട്ടെ. ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇന്ന് ഇപ്പോൾ അധികമായി യേശുവിനെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഓ, പാട്ടുകൾക്കപ്പുറത്ത് യേശുവിനെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ ജനത്തെ, ഈ കുഞ്ഞുങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യും. അടുത്ത സർക്കിളിനെ ഞാൻ വരയ്ക്കും. അടുത്തൊരു നിയോഗത്തെ ഞാൻ വരയ്ക്കും. പകുതിയിൽ ദർശനങ്ങളെ ഞങ്ങളെ മങ്ങിപ്പിക്കുന്ന, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ വ്രണപ്പെടുത്തുന്ന, ഞങ്ങളുടെ ദർശനങ്ങളെ, അഭിഷേകത്തെ പകുതിയിൽ നിർത്തുന്ന ആ സ്പിരിറ്റുകളെ ഞങ്ങളിപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഇവരുടെ പ്രാർത്ഥനയെ പകുതിയിൽ ഒതുക്കുക, ഇവരുടെ കൃപാവരങ്ങളെ പകുതിയിൽ ഒതുക്കുക. എല്ലാ മേഖലകളും ഞാൻ ശാസിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വാസ്തവമായി കർത്താവ് ഇവരോട് സംസാരിക്കട്ടെ. കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഇവരെ ബ്ലസ് ചെയ്യും. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ദൈവമക്കളെ ബ്ലസ് ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, ആഴമായി ദൈവസ്നേഹത്തിൽ കയറട്ടെ, ജീവിക്കട്ടെ, പ്രൂവ് ചെയ്യട്ടെ. പ്രസംഗത്തിലല്ല കർത്താവ്, പാട്ടിലല്ല, ജീവിതം കൊണ്ട് കർത്താവിന്റെ സന്നിധി തെളിയിക്കട്ടെ. അങ്ങയുടെ കാലയിൽ കെട്ടിപ്പിടിച്ചിരിക്കാം. അങ്ങയുടെ കാലയിൽ പിടിച്ചു അമ്മേ ചിലതിനോട് ഞങ്ങൾ ക്ഷമ പറയും, മടങ്ങി വരും. ഞങ്ങൾക്ക് നല്ല ദിവസങ്ങൾ തരണമേ. ജയത്തിന്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. നിങ്ങൾ ആമേൻ ഈ സന്ദേശം മുഴുവനും കേൾക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക. ആമേൻ. നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന് നമ്മളെ ആവശ്യമാണ്. ആമേൻ. ജീവിച്ച് കാണിക്കും, പ്രൂവ് ചെയ്യാൻ, സംസാരത്തിലല്ല, ടങ്ങിലല്ല. ആമേൻ. നമുക്ക് തെളിയിക്കണം, പ്രവൃത്തി തെളിയിക്കണം. ഇടപെടലിൽ, ബന്ധങ്ങളിൽ, കോളുകളിൽ, റിലേഷനുകളിൽ കർത്താവിന് നമ്മളെ തെളിയിക്കണം. പത്രോസ്, ഇനി നീ മോനെ നീ പറയണ്ട, തെളിയിക്കണം. നീ ഇപ്പൊ കിട്ടിയ ആ വലിയ കൂട്ടം ഉണ്ടല്ലോ, അതിനെ കൊണ്ട് തെളിയിക്കും, ജീവിതം കൊണ്ട് തെളിയിക്കും. പത്രോസ് പറഞ്ഞ കേട്ടോ, ഏറ്റവും നല്ലോണം തെളിയിച്ചൊരു കാര്യം,
ഏറ്റവും പിന്മാറ്റക്കാരൻ ഏറ്റവും നല്ലോണം ആ ക്രിസ്തീയ ജീവിതം ഓട്ടം തികച്ചു. കർത്താവിനെ ക്രൂശിച്ചതുപോലെയല്ലേ എന്നെ തിരിച്ചു ക്രൂശിക്കണം എന്ന് പറഞ്ഞ് തന്റെ ജീവിതം കൊണ്ട് ഓട്ടം തികച്ചൊരു ദേവദാസൻ. പിന്മാറ്റക്കാരൻ എന്ന് പറഞ്ഞു. നമ്മളിപ്പോ വലിയ പിന്മാറ്റക്കാരനായിരിക്കാം, കുഴപ്പമില്ല, സാരമില്ല. വലിയ ബാക്കിലായിരിക്കാം, സാരമില്ല. നമുക്ക് എല്ലാവരെക്കാൾ സക്സസ് ആകാൻ നമ്മളെ കൊണ്ട് പറ്റും പ്രിയരെ. ഇന്ന് വലിയ നിങ്ങളുടെ സഭയിൽ നിങ്ങൾ അങ്ങനെ വലിയ സംഭവം ഒന്നല്ലായിരിക്കും. ധൈര്യമായിട്ടിരിക്കും. ഏറ്റവും നല്ലോണം ഓട്ടം തികയ്ക്കുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ ദേശത്ത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും കയറിപ്പോകാത്ത ആത്മീയ കാഴ്ചപ്പാടുകൾ നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കും. ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കണം എന്ന് ഭയങ്കര കൊതിയാണ്, ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞൊരു ജനറേഷൻ എഴുന്നേൽക്കണം. കർത്താവിന് വേണ്ടി തെളിയിക്കുന്ന ഒരു തലമുറ എഴുന്നേൽപ്പിക്കണം. നിങ്ങൾ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഗോഡ് ബ്ലസ് യു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിനകത്തുള്ള എല്ലാ സഹോദരന്മാരും ഇതിന് അറ്റൻഡ് ചെയ്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ സന്ദേശം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കാണട്ടെ, അവരത് കേൾക്കട്ടെ, അവർ പ്രാർത്ഥനയോടെ സ്വീകരിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പരാജയപ്പെട്ട പത്രോസുമാരല്ല, വിജയിച്ച കർത്താവിന് വേണ്ടി മരിച്ച പത്രോസുമാരെ നമുക്ക് പരിചയപ്പെടുത്തണം. കേരളത്തിൽ വലിയൊരു ഉണർവ് നടക്കും. അതിനകത്ത് ഞാനുണ്ട്, നിങ്ങളുണ്ട്. കർത്താവ് നിങ്ങൾ എവിടെ നിൽക്കുക, ജോലി ആയിക്കോട്ടെ, പഠനമായിക്കോട്ടെ, എന്തുമായാലും കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങളുടെ വീടിനകത്ത് ഇന്ന് എനിക്കൊരു നിയോഗമുണ്ട്. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. വീടുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് ഇവരെ കുടുംബങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യും. ഈ തലമുറകൾ ഇവർ കാരണം ലോകവ്യാപകമായി ചർച്ചകളുള്ള തലമുറയിനകത്തുണ്ടല്ലോ. അസാധാരണമായ സുവിശേഷകന്മാർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. അസാധാരണമായ ദർശനങ്ങളുള്ള ചില സഹോദരിമാർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. അസാധാരണമായ കാഴ്ചപ്പാടുകളുള്ള സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുങ്ങളിനകത്തുണ്ടല്ലോ. അവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അവർ കാരണം നിങ്ങളടുത്ത് ഞാനൊരു ദൂത് പറയാം, നിങ്ങൾ എഴുതി വിട്ടോ. നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഒരു മനുഷ്യൻ ക്രൂശ് എടുത്തപ്പോൾ അവന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇപ്പോൾ എനിക്കൊരു അനുഭവം പറയാൻ എനിക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഒരു ദേവദാസൻ പറഞ്ഞ ഒരു ചിന്തയെ കൂടെ ഞാൻ പറയാം. നിങ്ങൾക്കറിയാമല്ലോ, ഈ യേശു കർത്താവിന്റെ ഈ ശുശ്രൂഷയില് ജിൻസെ ഈ വീട് പൊളിച്ച് ഒരു ദിവസം ഇറക്കി കൊടുത്തൊരു സംഭവം ഉണ്ടല്ലോ. വീട് പൊളിച്ച് മുകൾ തട്ട് ഇറക്കിയിട്ട് ഒരു ബോഡി ഒരാളെ സൗഖ്യമാക്കാൻ വേണ്ടി കട്ടിലിനകത്ത് ഇറക്കി കൊടുത്ത ഒരു സന്ദർഭം സുവിശേഷത്തിലുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ അന്ന് വീട് പൊളിച്ചു. ഇപ്പോ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ലോകവ്യാപകമായി ഇവരുടെ പാരമ്പര്യമുള്ള ആ ദേവദാസ് ഇങ്ങനെ പറഞ്ഞ് ആ പൊളിച്ച ഫാമിലി എന്ന് പറഞ്ഞാൽ ആ വീട് പൊളിക്കപ്പെട്ട ആ കുടുംബം, ആ ഗോത്രത്തിനകത്തുള്ളവർ, അവരുടെ ജനറേഷൻ, അടുത്ത തലമുറകൾ ലോകവ്യാപകമായി എല്ലാ രാജ്യത്തും എല്ലാ ദേശങ്ങളിലും പട്ടണം തലപൊക്കി നിൽക്കുന്ന എല്ലാ വമ്പൻ ബിൽഡിങ്ങുകളും അവരുടേതാണ്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. തലപൊക്കി നിൽക്കുന്ന എല്ലാ ബിൽഡിങ്ങുകളുടെ ഓണർഷിപ്പ് ഈ യഹൂദന്റെതാണ്. ഈ വീട് പൊളിച്ച ആ കുടുംബത്തിൻ്റെതാണ്. അവരുടെ തലമുറകളുടെയാണ്. നിങ്ങൾ കാരണം, ഇതൊരു ദൂതാണ്, നിങ്ങൾ കാരണം, നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കാരണത്താൽ അടുത്ത ജനറേഷനിൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ പേരിൽ കർത്താവ് നിങ്ങളിലൂടെ ആ ഒരു അനുഗ്രഹം സസ്റ്റെയിൻ ചെയ്യുന്ന നിലവാരത്തിൽ. അന്ന് ആരോ കർത്താവിന് ആ അത്ഭുതത്തിന് വേണ്ടി ആ വീട് പൊളിച്ചു കൊടുക്കാൻ അനുവാദം കൊടുത്തു. അതുകൊണ്ട് ഇന്ന് ആ ദേവദാസ് ഇങ്ങനെ പറഞ്ഞ ലോകവ്യാപകമായി മുഴുവനും എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് വീടുകളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്. കർത്താവിന് വേണ്ടി നീ ഒരു കാര്യം ചെയ്തോ, ഇന്ന് കുറച്ച് സമയം ഇതിനകത്തിരുന്നോ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ക്രൂശ് എടുത്ത ആ ജനറേഷനകത്ത് അവരെല്ലാവരും അനുഗ്രഹിച്ചെങ്കിലും ഈ ജനറേഷനിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന നമ്മളെ ദൈവം അനുഗ്രഹിക്കാതെ വിടുവോ? ഒരു പത്രോസായി, മടങ്ങി വരവിന്റെ പത്രോസായി, പരാജയപ്പെട്ട പത്രോസല്ല, മടങ്ങി വരവിന്റെ പത്രോസായി നമുക്ക് നിൽക്കാം. ഗോഡ് ബ്ലസ് യു. നമുക്ക് കാണാം. പ്രാർത്ഥനയിൽ ഓർക്കുക. താങ്ക് യു. God bless you. Rebeshe kebe rekabala rabala. Rebete kebe rebeshe teri prebeti. Rebeshe teri apraba.